സുരേഷ് ഡോക്ടറെ, എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1799 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നാളെ നമ്മൾ 1800ാമത് പ്രതിദിന സൂം വെബിനാറാണ് നടക്കാൻ പോകുന്നത്. അതിന് പ്രത്യേക പരിപാടി നാളത്തേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. അതെല്ലാവരുടെയും അറിവിലേക്ക് ഒന്ന് അറിയിക്കുന്നു. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ റിജി റഷീദ് PHMS, ചീഫ് ഫിസിഷ്യൻ, ഡോക്ടർ റിജീസ് ഹെൽത്ത് കെയർ, കാട്ടാക്കട, തിരുവനന്തപുരം. KSYCയുടെ മുൻ പ്രൊജക്ട് കോർഡിനേറ്റർ, 14 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ, വെള്ളപ്പാണ്ട് ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് റിജി റഷീദ് ഡോക്ടറിനെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. ഗുഡ് ഈവനിങ് ആൾ. നമ്മള് വെള്ളപ്പാണ്ട് ചികിത്സിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് എടുക്കാനുള്ള മെയിൻ കാരണം 62 കേസസ്, അതിൽ വന്നിട്ട് നമുക്ക് 22 ഫീമെയില്, 12 ചൈൽഡ്, പിന്നെ ബാക്കി അല്ലാതെ മെയിൽ വന്നിട്ട് ബാക്കി കേസസ്, അങ്ങനെ നമുക്ക് 62 കേസസ് ഇതുവരെ മാനേജ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വേറെ റെക്കറൻസി ഇല്ലാതെ നമുക്കത് പുതിയ പാച്ചസ് വരാതെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞാല് നമ്മൾ കേസ് ഷീറ്റ്, നമ്മൾ ക്രോണിക് കേസും അക്യൂട്ട് കേസും ഒക്കെ എടുക്കുമല്ലോ. മാഡം, ഞാൻ ഓഡിബിൾ ആണോ? അതെ അതെ. അപ്പൊ നമ്മൾ കേസ് എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ആക്ച്വലി വിറ്റിലിഗോ അതുകൊണ്ടുണ്ടാവുന്ന സൈക്കോളജിക്കൽ ഇമ്പാക്ട് അല്ലെങ്കിൽ ട്രോമ സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്കെയിൽ ഉണ്ട്. അത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ട് അങ്ങനെ ഒരു സ്കെയിൽ ഉണ്ട്. അപ്പൊ അത് വന്നിട്ട് VPITS എന്നാണ് പറയാ. VPITS എന്നാണ് ആ സ്കെയിൽ നമ്മൾ എടുക്കുക. അപ്പൊ ഈ സ്കെയിൽ അതൊരു ഫോർമാറ്റ് ആണ്, ഒരു സാമ്പിൾ ഫോർമാറ്റ് നമുക്ക് കിട്ടും. ആ സാമ്പിൾ ഫോർമാറ്റ് കിട്ടുന്നതിന് നമുക്ക് ഹോമിയോപ്പതി ആസ്പെക്റ്റിൽ ഈ പറഞ്ഞ മാതിരി നമുക്ക് എന്തൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യാമോ അതൊക്കെ ആഡ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യനർ ആയിട്ട് ഫോം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മളുടെ അടുത്തേക്ക് ഒരു പേഷ്യന്റ് വരുമ്പോൾ പല സ്ഥലത്തും പോയിട്ടായിരിക്കും സ്വാഭാവികമായിട്ടും ആ പേഷ്യന്റ് നമ്മുടെ അടുത്തേക്ക് വരിക. അല്ലെങ്കിൽ ഇനിയൊരു ചികിത്സ ഇല്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെയൊക്കെ വെച്ച് വരുന്നതായിരിക്കും. ഫസ്റ്റ് നമ്മൾ ഈ ക്വസ്റ്റ്യനറോട് കൂടി നമ്മൾ അവരെ അഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ അവർക്കൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു സമാധാനം അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നുള്ളൊരു തോന്നല് അവരുടെ ഉള്ളിൽ ഉണ്ടാവും. അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു അഷ്വറൻസ്, അതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് അത് തന്നെ ആയിരിക്കും. അപ്പൊ അതിനകത്ത് നമ്മൾ സാധാരണ എടുക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മളൊരു 6 കാറ്റഗറിയാണ് സാധാരണ മെയിനായിട്ട് എടുക്കുന്നത്. ഒന്നാമത്തത് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഡിസ്ട്രെസ് ആണ്. നമുക്കറിയാം, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഏത് പ്രായത്തിലാണെങ്കിലും ഇങ്ങനൊരു ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ ഇത് എന്താണ് എന്ന് ചോദിക്കുക എന്നുള്ളതായിരിക്കും. എന്ത് പറ്റി, അല്ലെങ്കിൽ എത്ര നാളായിട്ടുണ്ട്, ചികിത്സയൊന്നും എടുക്കുന്നില്ലേ, അവിടെ പൊക്കോ ഇവിടെ പൊക്കോ, ആ വെള്ളം കുടിക്കൂ ഈ വെള്ളം കുടിക്കൂ, അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. പിന്നെ സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്, അങ്ങനെയും ഉള്ള കാറ്റഗറി അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ ഇല്ല, നമ്മൾ ഭയങ്കര ലിറ്ററേറ്റ് ആണ് അങ്ങനൊന്നും അല്ല, ഇപ്പോഴും ഉണ്ട്. ദൈവകോപം കൊണ്ട് വരുന്നതാണ്, അല്ലെങ്കിൽ അത് പൂജയിൽ മാറും, പ്രാർത്ഥനയിൽ മാറും. അത് എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ട്. അങ്ങനെ പർട്ടിക്കുലറൈസ് ചെയ്തിട്ടുള്ള എല്ലാ കമ്മ്യൂണിറ്റിയിലും നമ്മൾ അങ്ങനെ, അതും ഒരുപാട് പൈസ. അതായത് എനിക്ക് എൻ്റെ ഒരു 14ാമത്തെ കേസ് എന്ന് പറഞ്ഞത് ഒരു പെൺകുട്ടിയാണ്. അതിന്റെ കല്യാണം ആയിട്ടില്ല, ഇപ്പൊ 30 years ഉണ്ട് അതിന്. അപ്പൊ അതിനൊരു 18 വയസ്സ് മുതൽ എനിക്ക് തോന്നുന്നു ആ അങ്കിളിന്റെ സമ്പാദ്യത്തിലെ പാതി മുക്കാലും അവര് ചെലവാക്കിയിരിക്കുന്നത് ട്രീറ്റ്മെന്റും പ്രാർത്ഥനയ്ക്കും വേണ്ടി മാത്രമാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇമോഷണൽ ഡിസ്ട്രെസ് ഒരു ഫാക്ടറാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബോഡി ഇമേജ്. സ്വാഭാവികമായിട്ടും അതിനും ഈ പറഞ്ഞതുപോലെ ഡിഫറെന്റ് ആസ്പെക്ട്സും പ്ലെയിനും ഉണ്ട്. നമ്മൾ ഗ്രേഡ് ചെയ്യുമ്പോൾ സിമെട്രിക്കൽ, അസിമെട്രിക്കൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്റ്റെന്റ് എത്രത്തോളം എന്നൊക്കെ ഉള്ള ആ രീതിയിൽ എടുക്കും, അല്ലെങ്കിൽ അത് അവരെങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ള ആ ഒരു കേസ് എടുക്കും.
മൂന്നാമതെന്ന് പറഞ്ഞാൽ സോഷ്യൽ അവോയ്ഡൻസ് ആണ്. സോഷ്യൽ അവോയ്ഡൻസ് ഓൾറെഡി നമ്മൾ ഇമോഷണൽ ഡിസ്ട്രസിന്റെ കൂടെ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ തന്നെ ഇപ്പൊ തിരക്കുള്ള ബസ്സിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും മാളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തിനാണ് തന്നെ ഇതുപോലെ ഉള്ള ഒരാള് അയാളുടെ കൈ നമ്മുടെ കൈയുടെ അടുത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കൈ വലിച്ചു മാറ്റുന്ന ആൾക്കാരുണ്ട്, ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇവരെന്തോ എന്താ പറയാ മാറ്റി നിർത്തേണ്ട ആൾക്കാരാണ്, അപ്പൊ ഇവരെ നമ്മളെ കൂടെ എന്തിനാണ് എന്നുള്ള ആൾക്കാരുണ്ട്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ്. ആക്ച്വലി ഇത് കണ്ടേജിയസ് അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും നമുക്കത് കാണുമ്പം ഉണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഇൻലോസ് ആണെങ്കിൽ ഇപ്പൊ എനിക്കൊരു പ്രായമായിട്ടുള്ള അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ കുട്ടീനെ എടുക്കാൻ മരുമോള് കൊടുക്കുന്നില്ല. വെച്ചാല് കുട്ടിക്ക് ഇത് വരുമോ അല്ലെങ്കിൽ ഇവർ ഈ തൊലി ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട്. അപ്പൊ എനിക്കത് ഒരു മിക്കവാറും കേസിൽ പറയുന്ന ഒരു കാര്യമാണ് ചോറ് വാരി കൊടുക്കാൻ. ഇപ്പൊ സ്വന്തം മക്കൾക്കാണ്, മരുമകളുടെയും മരുമകന്റെയും കാര്യമൊക്കെ പോട്ടെ, സ്വന്തം മക്കൾക്കാണെങ്കിൽ പോലും ചോറ് വാരി കൊടുക്കാൻ പേടിയാണ്, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ വരുമോ എന്നുള്ളത്. അപ്പൊ ആ വരുന്നവരുടെ അത്തരം കാര്യങ്ങൾ നമ്മളൊന്നും അവരെ മുന്നോട്ട് ജീവിപ്പിക്കാൻ പഠിക്കാതെ നമ്മൾ വേറെ എന്ത് സിനിമ കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ആൻസൈറ്റിയും ഡിപ്രഷനും. നമുക്കറിയാം ഇപ്പൊ നമ്മള് മരുന്ന് കൊടുത്താലും ഇപ്പൊ നമ്മളിപ്പോ സിക്ലിനും CM ആണ് ഒരു ഡോസ് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മളത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ എസൻസ് ഓഫ് മെറ്റീരിയൽ മെഡിക്കൽ വിത്തൗട്ട് സാറിന്റെ എസൻസ് ഓഫ് മെറ്റീരിയൽ മെഡിക്കൽ തന്നെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത് വെച്ചാൽ ഒരു 6 months to 1 year വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്നാ പക്ഷെ നമുക്കത് ഇൻഡിക്കേറ്റഡ് ആയിട്ട് തോന്നിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ അവിടെയും ഈ പേഷ്യന്റ് എത്ര നാള് അവരുടെ ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ എന്നുള്ളത് ഇപ്പൊ നമ്മൾ PL വിട്ടാലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാലും ബിക്കോസ് അത് കോപ്പപ്പ് ചെയ്യാൻ അവരോടൊപ്പം നമ്മൾ നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വരുന്നത് ഡോക്ടർ ഈ ശബ്ദത്തിന്റെ കാര്യത്തില് ഡോക്ടർ പറഞ്ഞു വരുമ്പം പുറകോട്ട് വാഞ്ഞു പോകുന്നത് കൊണ്ട് കേൾക്കാതെ വരുന്നുണ്ട്. ഇനിയുള്ളത് ആ കോപ്പിംഗ് എബിലിറ്റി ഉണ്ട്. കോപ്പിംഗ് എബിലിറ്റിയും ഈ പറഞ്ഞ മാതിരി നമ്മൾ ഇത്ര സമയം പറഞ്ഞെന്ന് പറഞ്ഞാല് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇമോഷണൽ ഡിസ്ട്രസ് ആണ് നമ്മൾ ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് ബോഡി ഇമേജ് ആണ്. നമ്മൾ മൂന്നാമത് പറഞ്ഞത് സോഷ്യൽ അവോയ്ഡൻസ് ആണ്. നാലാമത് നമ്മൾ പറഞ്ഞത് ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ ആണ്. അഞ്ചാമത് വന്നിട്ട് നമ്മൾ പറഞ്ഞത് എന്ന് വെച്ചാൽ കോപ്പിംഗ് എബിലിറ്റി ആണ്. ആറാമത് നമ്മൾ പറയുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ്. അഞ്ചാമത്തെ ഏതാ? കോപ്പിംഗ് എബിലിറ്റി. അതായത് ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ നമ്മൾ അവരെ പഠിപ്പിക്കുക എന്നുള്ളതുണ്ടല്ലോ. പല ആസ്പെക്റ്റിലുള്ളവരാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പം നമ്മൾ കോപ്പിംഗ് എബിലിറ്റിനെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ഗ്രേഡ് ഇടാം. ഇപ്പം 0 to 0, 1, 2, 3, 4 അങ്ങനെ ഇങ്ങനെ ഒരു ഗ്രേഡ് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൽ 0 ആണ് വരുന്നതെങ്കിൽ പ്രത്യേകിച്ച് അവരെ അഫക്ട് ചെയ്യുന്നില്ല. 1 ആണ് വരുന്നതെങ്കിൽ മൈൽഡ് ആയിട്ട് അവരെ അഫക്ട് ചെയ്യുന്നു. 2 ആണ് വരുന്നതെങ്കിൽ മോഡറേറ്റ് ആയിട്ട് അവരെ അഫക്ട് ചെയ്യുന്നു. 3 ആണ് വരുന്നതെങ്കിൽ സിവിയർ ആയിട്ട് അവരെ അഫക്ട് ചെയ്യുന്നു. 4 ആണെങ്കിൽ എക്സ്ട്രീം ആയിട്ട് അഫക്ട് ചെയ്യുന്നു. ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് എടുക്കാം. ഇതിൽ നമുക്ക് 3ഉം 4ഉം ആണ് മെജോറിറ്റി കിട്ടുന്നത് എങ്കിൽ നിർബന്ധമായിട്ടും ആ പേഷ്യന്റിന് നമ്മൾ വന്നിട്ട് ഒരു 3-4 സിറ്റിംഗ് കൗൺസിലിംഗ് കൊടുത്തേ മതിയാവും. പെയ്ഡ് കൗൺസിലിങ്ങും അല്ലാതെ ഇതിന്റെ ഒരു കൂടെ ഒരു ഫ്രീ ഓഫ് കോസ്റ്റിലുള്ള കൗൺസിലിംഗ് അത് നമ്മളുടെ ഇഷ്ടമാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളുടെ ഇഷ്ടമാണ്. ബട്ട് ആ ട്രീറ്റ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് അത് തന്നെയാണ്. മെഡിസിൻ ഇപ്പൊ എന്റെ ഒരു ഇതില് മെഡിസിൻ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ പോലും അത് സെക്കൻഡറി എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഫസ്റ്റ് അവര് നമ്മളോടൊപ്പം നിൽക്കുക എന്നുള്ളത് മോണിറ്ററി ബെനിഫിറ്റ് എന്നുള്ള രീതിയിലല്ല. പക്ഷെ നമ്മൾ അവരെ നമ്മളോടൊപ്പം കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. നമ്മൾ നോർമലി വരുന്ന കേസസിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന പോലെ ഇവരെ നമുക്ക് അത്ര എളുപ്പത്തിൽ നമ്മളോടൊപ്പം നിർത്താൻ സാധിക്കില്ല. കാര്യം നമുക്ക് അങ്ങനെ ഒരു വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ നമ്മൾ ആദ്യം അവരെ ഒന്ന് അവെയർ ആക്കി കഴിഞ്ഞാൽ മേ ബി നമുക്ക് കുറച്ച് ടൈം തരും, വെയിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇത് നമുക്ക് തരും എന്നുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ ഹെഡിങ്സിന്റെ ഡിഫറൻസിയേഷൻ ആണ്. അല്ലെങ്കിൽ ആ ഹെഡിങ്സ് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ്. ആ ഹെഡിങ്സ് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം
ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇമോഷണൽ ഡിസ്ട്രെസിന്റെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് അവിടെ ഡു യു ഫീൽ ഇമോഷണലി ഡിസ്ട്രെസ്ഡ് ബിക്കോസ് ഓഫ് യുവർ സ്കിൻ അപ്പിയറൻസ്, അത് നമ്മൾ കോമൺലി ചോദിക്കുന്നതാണ്. നിങ്ങളുടെ ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള ചോദ്യമാണ്. ഇപ്പൊ ബോഡി ഇമേജിൽ അതും നമുക്ക് ചോദിക്കാന്നുള്ളതാണ്. നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് അതാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളത്, അല്ല മറ്റുള്ളവർ നിങ്ങളെ അതിങ്ങനെ കുത്തി പറയുന്ന സമയത്താണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളത്. പിന്നെ പബ്ലിക് സോഷ്യൽ അവോയ്ഡൻസിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ബുദ്ധിമുട്ട് എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ പുറത്തേക്ക് പോകാത്തതാണോ, അല്ല ഞാൻ പല പ്രാവശ്യം പുറത്തേക്ക് പോയപ്പോഴും മറ്റുള്ളവർ എന്നെ അപമാനിച്ചത് കൊണ്ട് ഞാൻ പോകാത്തതാണോ. രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പിന്നെ ആങ്സൈറ്റി ഡിപ്രഷൻ വന്നിട്ട് എപ്പോഴും സങ്കടം, അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല, ഭയങ്കര നെർവസ്നെസ്, അല്ലെങ്കിൽ മറ്റുള്ളവർ മാറ്റി നിർത്തപ്പെടുമോ എന്നുള്ളൊരു ഭയം, അങ്ങനെ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നേരത്തെ നടത്തിയ കേസസ് വരെ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും ഞാൻ ആവർത്തിക്കുന്നു, നമുക്കിനി എത്ര തന്നെ ഉറപ്പുള്ള മെഡിസിൻ ആണ് എങ്കിൽ പോലും ഒരിക്കലും നമ്മൾ 100% അത് ശരിയാക്കി കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മളിവിടെ ക്ലിനിക്കിൽ ഡ്യൂറേഷൻ പറയാറുണ്ട്. ഏതൊരു കണ്ടീഷനായിട്ട് വന്നാലും ഇൻക്ലൂഡിങ് കഷണ്ടി ആണ് വരുന്നതെങ്കിൽ പോലും നമ്മൾ ഡ്യൂറേഷൻ പറയാറുണ്ട്, ഇത്ര ദിവസം ഇങ്ങനെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഈ ഒരു കേസിൽ ഡ്യൂറേഷൻ പറയാറില്ല, എന്നാൽ വ്യത്യാസം വരും എന്നുള്ള ഒരു അഷുറൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സ്കോറിംഗ് ഗൈഡിൽ നമുക്ക് വിശദമായിട്ട് പല രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് നമ്മൾ ഇനി ഒരു അവസരത്തിൽ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇനി വിറ്റിലിഗോ ആക്ച്വലി നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിറ്റിലിഗോ എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ നമ്മൾ പേഷ്യൻസിന് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പൊ വിറ്റിലിഗോ എന്നുള്ളതല്ല ഒരു നമ്മളുടെ ഒരു പോളിസിയുടെ ഭാഗമാവണം അത്. എന്ത് അസുഖമായിട്ടാണ് ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്തേക്ക് വരുന്നതെങ്കിലും ആ അസുഖം എന്താണ് എന്ന് അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ ഇപ്പൊ ഡയറ്റ് ആണെങ്കിലും റെജിമൻ ആണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും അത് നമ്മൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ വിറ്റിലിഗോയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പിഗ്മെന്റേഷൻ ഡിസോർഡർ ആണല്ലോ വിറ്റിലിഗോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് സ്കിന്നിന്റെ കളർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിലെ ഹീമോഗ്ലോബിന്റെ പെർസെൻറ്റേജ്, അതുപോലെ തന്നെ കരോട്ടിനോയിഡിന്റെ പെർസെൻറ്റേജ്, പിന്നെ നമ്മളെ ബോഡിയിൽ മെലാനിൻ പിഗ്മെന്റ്, ഇത്രയാണ് നമ്മൾ ആ ഒരു സ്കിൻ കളർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ മെലാനിൻ ഫോം ചെയ്യുന്നത് തൈറോസിൻ എന്നാണ്. അതായത് മെലാനിൻ ഈസ് ഫോംഡ് ഫ്രം തൈറോസിൻ via the action of tyrosinase in the melanosomes of melanocytes. മെലനോസൈറ്റ്സിനുള്ളിലുള്ള മെലനോസോംസിലാണ് ഈ ഒരു ആക്ഷൻ നടക്കുക എന്നുള്ളത്. അപ്പൊ ഈ മെലനോസോംസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം എ മെലനോസൈറ്റ് ടു എ ഗ്രൂപ്പ് ഓഫ് കെരാറ്റിനോസൈറ്റ്സ് കോൾഡ് എപ്പിഡെർമൽ മെലാനിൻ യൂണിറ്റ്. അപ്പൊ ഇവിടെ ഈ പ്രോസസ്സിൽ റേഷ്യൽ ഡിഫറൻസ് വരാറുണ്ട്. ഇപ്പം ഏഷ്യൻസിനുള്ളത് പോലെ ആയിരിക്കില്ല അടുത്ത കോണ്ടിനെന്റിലുള്ള ആ റേഷ്യൽ ഡിഫറൻസ് നമുക്ക് വരാറുണ്ട്. ആ റേഷ്യൽ ഡിഫറൻസ് ആക്ച്വലി നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമുക്ക് അങ്ങനെ കിട്ടുന്ന പേഷ്യൻസ് വരുന്ന സമയത്താണ് നമ്മൾ അതിലേക്ക് പോവാം. ഇനി ഈ മെലാനിൻ പിഗ്മെന്റേഷന്റെ ഡിസോർഡേഴ്സ് വരുമ്പോഴും നമുക്ക് അവരെ കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കണം. ആ കാറ്റഗറൈസേഷനിൽ ഫസ്റ്റ് ആയിട്ടുള്ളത് ഹൈപ്പർ മെലനോസിസ് ആണ്. ഹൈപ്പർ മെലനോസിസിൽ എന്താണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് മെലാനിൻ ഇൻ ദ സ്കിൻ, അത് മേ ബി ഡെർമിസിലോ അല്ലെങ്കിൽ എപ്പിഡെർമിസിലോ ആണ് അങ്ങനെ സംഭവിക്കാം. പിന്നെ ഉള്ളത് ഹൈപ്പോമെലനോസിസ് ആണ്. അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ മെലാനിൻ പിഗ്മെന്റിന്റെ ലാക്കാണ് അവിടെ ഉണ്ടാകുന്നത്. അവിടെയും ഈ പറഞ്ഞ പോലെ സ്കിന്ന് വൈറ്റ് ആയിട്ടോ ലൈറ്റർ ആയിട്ടോ നോർമൽ അല്ലാതെ വരുന്ന ആ ഒരു അപ്പിയറൻസ് ആണ്. പിന്നെ ഉള്ളത് അമിലനോസിസ് ആണ്. അവിടെ വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ടോട്ടലി മെലാനിൻ പിഗ്മെന്റിന്റെ ആബ്സെൻസ് ആണ് അവിടെ വരുന്നത്. അത് അപ്പൊ അവിടെ കംപ്ലീറ്റ്ലി വൈറ്റ് ആയിട്ട് തന്നെ ആ സ്കിൻ ഇരിക്കുള്ളൂല്ലോ. ഇത് നമുക്കൊരു ഐഡിയ, ഇപ്പം എല്ലാ ഡിസ്ക്ലറേഷൻ വരുന്നതും നമുക്ക് അങ്ങനെ തന്നെ ഇത് വിറ്റിലിഗോ ആണ് അല്ലെങ്കിൽ ലൂക്കോഡോർമ ആണ് എന്നുള്ള ആ ഒരു ഇതിലല്ല. നമ്മളൊരു പ്രോപ്പർ ഡയഗ്നോസിസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോ ഇന്ന് എനിക്ക് കിട്ടിയൊരു കേസാണ്. ഒരു ജൂനിയർ ഡോക്ടർ എനിക്ക് സോറിയാസിസ് ആണോ എന്ന് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞ് വിട്ടൊരു കേസാണ്. 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. 16 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഇന്റൻസ് ആയിട്ടുള്ള ഹെയർ ഫാൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ വന്നിട്ട്
അവിടെ ചെറിയ പാച്ച് ആയിട്ടാണ് ആ ഡാൻഡ്രഫ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഡാൻഡ്രഫ് തന്നെയാണ് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിലും അത് വന്നിട്ട് ഡാൻഡ്രഫ് തന്നെയാണ്. പക്ഷെ രാത്രിയിലാണ് കുട്ടിക്ക് ചൊറിച്ചിൽ കൂടുതലായിട്ടുള്ളത്, നല്ല ഇന്റൻസ് ചൊറിച്ചിലുള്ളത്. അപ്പൊ ഇത് സോറിയാസിസ് ആണ് എന്ന് പറഞ്ഞ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ആ മോള് വന്നത്. പോകുമ്പോൾ വലിയ ഹാപ്പി ആയിട്ടാണ് പോയത്. ഇനിയിപ്പോ ഒരു 1 വീക്ക് കഴിയുമ്പോൾ അതിന്റെ ബാക്കി എന്താണെന്ന് അറിയാം. അപ്പൊ ഈ നമ്മൾ ഇന്റേണൽ ഓർഗൻസിൽ എന്ത് അഫക്ഷൻ ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് ആൾക്കാരെയോ അല്ലെങ്കിൽ സൊസൈറ്റിയോ ബാധിക്കില്ല. പക്ഷെ സ്കിന്നിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഭയങ്കരമായിട്ട് അഫക്റ്റ് ആവുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പിന്നെ ഉള്ളത് നമ്മൾ വിറ്റിലിഗോയിലേക്കാണ്. ആക്ച്വലി വിറ്റിലിഗോ എന്ന് പറഞ്ഞാൽ ഒരു അക്യൂർഡ് ഇഡിയോപതിക് പിഗ്മെന്ററി അനോമലിയാണ്. അതാണ് വിറ്റിലിഗോ എന്നുള്ളത്. അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡീപിഗ്മെന്റഡ് വൈറ്റ് പാച്ചസ്, അതായത് ഒരു ബോർഡറോട് കൂടിയോ ഒരു വ്യക്തമായിട്ടൊരു ബോർഡർ ഇല്ലാതെയോ നമുക്ക് ആ പാച്ചസ് അവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഡീപിഗ്മെന്റഡ് സ്കിൻ എന്തെന്ന് പറഞ്ഞാൽ ആ വെള്ളപ്പാണ്ടായിട്ട് നമുക്ക് കാണുന്ന ആ സ്കിന്നിൽ ആക്ച്വലി മെലനോസൈറ്റ്സ് ഇല്ല. അതിനകത്ത് മാഡം കേൾക്കണുണ്ടോ? അതാ പറഞ്ഞ ഡോക്ടറെ പുറകോട്ട് മാറുമ്പം കേൾക്കുന്നില്ല, സംസാരിച്ചു വരുമ്പം. അപ്പൊ ഇച്ചിരി മുന്നോട്ട് ആഞ്ഞിരുന്ന് തന്നെ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. മെലനോസൈറ്റ്സിന്റെ ആ ഒരു അതായത് ആ പാച്ചസ് ഇപ്പൊ ഓക്കെ ആണോ മാഡം? അതായത് ആ കറക്റ്റ് ആണ്. ആ പാച്ചസിനകത്ത് വന്നിട്ട് മെലനോസൈറ്റ്സ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഇത് ഇവിടെ വന്നിട്ട് ഒരു ഈ സ്കിന്ന് വന്നിട്ട് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാല് ഒരു ഡിമിനിഷ്ഡ് കപ്പാസിറ്റി ടു റിയാക്ട് ടു ടോപ്പിക്കലി അപ്ലൈഡ് സെൻസിറ്റൈസിങ് സബ്സ്റ്റൻസസ്. അത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പിക്കലി ഇനി ഫോട്ടോതെറാപ്പി ചെയ്ത് വരുന്ന പേഷ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ടോപ്പിക്കൽ ഓയിൻമെന്റ്സ് ഒക്കെ എടുത്തു വരുന്ന ആൾക്കാരുണ്ട്. റെഗുലർ ആയിട്ട് മോയ്സ്ചറൈസർ ഇത് സ്കിന്ന് ഡ്രൈ ആക്കുന്ന കേസസിൽ മോയ്സ്ചറൈസർ എടുത്തു വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ ഇപ്പൊ നമ്മളിൽ തന്നെ സൊറാലിയ കോർ ടിഞ്ചർ ഓയിൽ കടുകെണ്ണയിലും അല്ലാത്ത ഓയിലൊക്കെ ആയിട്ട് കൊടുക്കുന്ന കേസസ് ഉണ്ട്. അപ്പൊ അത് ഇടുമ്പം വെയില് കൊള്ളാൻ പാടില്ല എന്നുള്ളത് നമ്മൾ എടുത്ത് പറയാറുണ്ട്. അതിപ്പം സൊറാലിയ കോർ എന്നുള്ളതല്ല, നമ്മൾ ഏതൊരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുമ്പോഴും നമ്മൾ അവരോട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ വെയില് കൊള്ളാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ യഥാർത്ഥത്തില് ഇപ്പം ഓരോരുത്തർക്കും ഹോമിയോപ്പതിയിൽ ഓരോ തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം സൊറാലിയ കോർ ഓയിലിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മളെ അമ്മി വിസ്നാഗ ടിഞ്ചറാണ് കുറച്ചും കൂടെ നമുക്കൊരു എഫക്റ്റ് ഇതിനെ അപേക്ഷിച്ച്, അതായത് സൊറാലിയ കോറിനെ അപേക്ഷിച്ച് നമുക്ക് കുറച്ചും കൂടെ റിസൾട്ട് തരുന്നത് അമ്മി വിസ്നാഗ ടിഞ്ചറും അതുപോലെ തന്നെ ജിങ്കോ ബൈലോബ ടിഞ്ചറൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു ഡിഫറൻസ് തരുന്നത്. ഈ ടിഞ്ചർ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ജർമ്മനിൽ വന്നിട്ട് 1x പൊട്ടൻസീസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അവിടെയും നമ്മൾ യൂസ് ചെയ്യുന്ന ക്വാളിറ്റി ഓഫ് മെഡിസിൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം പല എക്കണോമിക് സ്റ്റാറ്റസിലുള്ള പേഷ്യൻസ് ആയിരിക്കും നമ്മുടെ അടുത്തേക്ക് എത്തുക. അപ്പോൾ അതിനകത്ത് അവര് വരുന്ന സമയത്ത് ഞാൻ അവിടെ പോയി, ഞാൻ ഇവിടെ പോയി, ഇത്ര പൈസ ചെലവാക്കി, പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറെ കഥകൾ നമ്മളിത് പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ എക്കണോമിക് സ്റ്റാറ്റസ് എന്ത് തന്നെയാണെങ്കിലും ചില അവസരങ്ങളിൽ നമ്മൾ ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ചില പേഷ്യൻസ് ചോദിക്കാറുണ്ട്, ഹോമിയോ മരുന്നിന് ഇത്രയും പൈസയാവോ, അല്ലെങ്കിൽ ഹോമിയോ മരുന്ന് ഇത്ര അങ്ങനെയാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ നിരാശപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മളതങ്ങ് എഴുതി വിട്ടാൽ മതി. അവർ പോയി വാങ്ങി തിരിച്ചു വരുമ്പോഴത്തേക്കും കൃത്യമായിട്ട് പിന്നെ വന്നോളൂ, ഡോക്ടർ തന്നാൽ മതി കേട്ടോ. ഡോക്ടർ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ 5 ml 10 ml 30 ml ബാക്കി എല്ലാവർക്കും കൂടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ ഒരു റേറ്റിലാവുമല്ലോ. അവർ അവിടെ ചെല്ലുമ്പോൾ ഇൻഡിവിജ്വലി ആ മെഡിസിന്റെ കോസ്റ്റും റേറ്റും അവർക്ക് കൊടുത്തേ മതിയാവുമല്ലോ. അതാണ് ആ ഒരു ഡിഫറൻസ്. നമ്മൾക്ക് കിട്ടുന്ന കേസസ് നമ്മൾ സൈക്കോളജിക്കലി അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതുപോലുള്ള കേസസ് കിട്ടുമ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റു ഡോക്ടേഴ്സിനെ കുറ്റം പറയാതിരിക്കുക എന്നുള്ളതാണ്. അത് ഈ സ്കിൻ കംപ്ലൈൻസിൽ എല്ലാത്തിലും നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ സ്കിൻ കംപ്ലൈൻസിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
അവര് മറ്റുള്ളവരെ പറ്റി എന്താണോ പറഞ്ഞത് അത് തന്നെ നമ്മളെ പറ്റി അടുത്ത ആളടുത്ത് പറയാനുള്ള ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കാനും പാടില്ല. അവരാ പറയുന്നതിനെ നമ്മൾ എൻകറേജ് ചെയ്യാനും പാടില്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മളേതായിട്ടുള്ള രീതിയിൽ അത് ഡീവിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ നമ്മളെ ഒരു സേഫ് സോൺ, അത് ആ അസുഖത്തെ കുറിച്ച് തന്നെ പറഞ്ഞത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഉറക്കം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എടുത്തു പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര നല്ല രീതിയിൽ ആ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലും ആ പേഷ്യന്റിന് ഉറക്കം, ഡിപ്രഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് നല്ല റിസൾട്ട് തരില്ല. അപ്പൊ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേ മതിയാവും. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരെ, ഇപ്പൊ കോമോർബിഡിറ്റീസ് ഉള്ള ആൾക്കാർ വരുമല്ലോ, അല്ലെങ്കിൽ ഈ രണ്ട് അസുഖത്തിന് ഞാൻ ഹോമിയോ കഴിക്കുന്നു, ഒരെണ്ണത്തിന് ഞാൻ അലോപ്പതി കഴിക്കുന്നു, രണ്ടെണ്ണത്തിന് ഞാൻ ആയുർവേദം കഴിക്കുന്നു, പിന്നെ ഞാൻ ചിരട്ടയിട്ട വെള്ളം കുടിക്കുന്നു, പിന്നെ വേറെ എന്തൊക്കെ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ഇപ്പം കാർഡിയാക് മെഡിസിൻസ് എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നുപോയ ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ള നമ്മൾ എന്തായാലും എടുത്തേ മതിയാവൂ എന്ന് നിർബന്ധമുള്ള കേസസ് അല്ലാതെ ബാക്കി അൺനെസസറി ആയിട്ടുള്ള കേസസ്, എസ്പെഷ്യലി സൈക്കാട്രിക് ഡ്രഗ്സ് എടുത്തു വരുന്ന കേസസ് ആണെങ്കിൽ ഒരിക്കലും ആ സൈക്കാട്രിക് ഡ്രഗ്സിന്റെ കൂടെ നമ്മൾ ഈ തരത്തിലുള്ള മെഡിസിൻസ് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്. എനിക്ക് അത് നമ്മൾ ചിലപ്പോൾ അഗ്രവേറ്റ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ആ പേഷ്യന്റ് ഒരിക്കലും നമുക്ക് കാമാൻ ക്വയറ്റായിട്ട് കിട്ടില്ല, അല്ലെങ്കിൽ അത് കംപ്ലൈന്റ് മീൻസ് അവർ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് അവർ ഫിസിയോളജിക്കലി അല്ലെങ്കിൽ പത്തോളജിക്കലി ഒന്നും അവർക്ക് പ്രത്യേകിച്ച് ഒന്നും സംബന്ധിച്ച മറ്റു ദോഷങ്ങളൊന്നും അവർക്ക് ഉണ്ടായില്ല എങ്കിലും അത് നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കേസാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ പകുതിയിൽ ഒഴിവാക്കേണ്ടി വരും. എനിക്കൊരു സൊമാറ്റിക് ഡിസീസ് ഉള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. സൊമാറ്റിക് ഡിസീസ് നമ്മൾ ഡയഗ്നോസ് ചെയ്തതല്ല, സൈക്കാട്രിന്ന് ഡയഗ്നോസ് ചെയ്ത കേസാണ്. അവരൊരു 6 years or 12 years മരുന്ന് എടുക്കുന്ന ലേഡിയാണ്. പർട്ടിക്കുലർലി ഒരു എന്താ പറയാ ഒരു ഭയങ്കര സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. പിന്നെ ആ ഡിസീസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സും അതാണ്, ഈ സൊമാറ്റിക് ഡിസീസ്. നമ്മളിനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും അത് ശരിയായി പോകില്ല. അപ്പം എനിക്കത് ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം എത്തി. പക്ഷെ എന്താണെന്നറിയില്ല, എന്തായാലും അവരെ ഒഴിവാക്കും എന്നുള്ളൊരു കണ്ടീഷൻ വന്നപ്പോ കുറച്ചു നാളും കൂടെയൊക്കെ ആ പേഷ്യന്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിന്നു എന്നുള്ളതേ ഉള്ളൂ. കയ്യിലുള്ള കുറച്ച് ഇതിലൊക്കെ വ്യത്യാസം വന്നു എന്നുള്ളതേ ഉള്ളൂ. മുഖത്തുള്ള ആ ഒരു പാച്ചസ് വ്യത്യാസം വരുന്നതിന് മുമ്പേ തന്നെ ആ പേഷ്യന്റ് മിസ്സായി. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഞാൻ 62 കേസസ് സക്സസ് കേസസ് കാര്യം പറയുമ്പോൾ ഫെയിലിയറും പറയാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അതുപോലെ തന്നെ ഒരു 60+ ഉള്ള ഒരു അങ്കിൾ വന്നിരുന്നു. ഇവിടെയാണ്, പക്ഷെ സ്കാൽപ്പിലാണുള്ളത്, വേറെ സ്ഥലത്തൊന്നും അങ്ങനെ ഇല്ല. അപ്പൊ ഈ പാച്ചസ് വന്നിട്ട് ഈ പുള്ളി മുംബൈയിലും ഇവിടെ ആയിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഒത്തിരി പൈസയൊക്കെ സമ്പാദിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് വീണ്ടും ഇൻകം ജനറേറ്റ് ചെയ്യണം എന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് അത് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ ഫിനാൻഷ്യലി വെൽ ബിൽറ്റ് ആണ്. പുള്ളിയും ഈ പറഞ്ഞ പോലെ കുറച്ച് സസ്പീഷ്യസ് ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ഒരാളാണ്. നമ്മൾ മെഡിസിൻ എടുക്കുമ്പോൾ തന്നെ, നമ്മൾ എടുക്കാൻ പോകുമ്പോൾ തന്നെ ഒരു 10 പ്രാവശ്യം ചോദിക്കും, അവിടെയൊക്കെ 50 രൂപയ്ക്കും 100 രൂപയ്ക്കൊക്കെ മരുന്ന് കിട്ടും കേട്ടോ. ഇവിടെ ബോംബെയിൽ 50 രൂപയ്ക്കും 100 രൂപയ്ക്കൊക്കെ മരുന്ന് കിട്ടും കേട്ടോ. ഇവിടെ പിന്നെ എല്ലാ സാധനത്തിനും വില കൂടുതലാണ്. അങ്ങനെ ഒരു വേ ഓഫ് ടോക്കിംഗ് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാരോട് നമ്മൾ വളരെ മാന്യമായിട്ട് മെഡിസിൻ എടുക്കരുത്. വളരെ മാന്യമായിട്ട് തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മരുന്ന് കോസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന മരുന്നിന്റെ ഒരു കോസ്റ്റ്, നമ്മളെ മരുന്ന് കോസ്റ്റ് ഉണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ പറയുമ്പോഴേ നമ്മൾ ചിന്തിക്കണം അത്രക്കാര്യം നമ്മുടെ അടുത്ത് നിലനിൽക്കില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മറന്നു പോവാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ അത് നമുക്കൊരു ചീത്തപ്പേരാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവര് ഈ വെള്ളപ്പാണ്ടിന് മരുന്നെടുക്കാൻ പോണോ എന്ന് പറയുമ്പോൾ തന്നെ കുറെ ഇപ്പൊ നമ്മളെ ക്ലിനിക്കിലേക്ക് വരുന്ന സമയത്തോ പോകുന്ന സമയത്തോ ഒക്കെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടായിരിക്കാം. അപ്പൊ തന്നെ അവരൊരു അഡ്വൈസ് കൊടുക്കും, ഇത് മാറാനൊന്നും പോകുന്നില്ല, കുറയാനൊന്നും പോകുന്നില്ല എന്നൊരു അഡ്വൈസ് കൊടുക്കും. അപ്പൊ നമ്മൾ ചലഞ്ചിങ് കേസ് ഏറ്റെടുക്കുമ്പോൾ ആ ചലഞ്ചിങ് കേസ് വന്നിട്ട് നമുക്കുള്ള കൂടെ നിൽക്കണം എന്നുള്ള ആ ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇനിയുള്ളത് എറ്റിയോപെത്തോജെൻസിസ് ആണ് നമ്മൾ പറയുന്നത്. അതിനകത്തെന്ന് പറഞ്ഞാൽ അത് ഒരു എക്സാക്ട് കോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കാണുന്നില്ല. എന്നാലും മേ ബി അല്ലെങ്കിൽ സാധ്യത എന്നുള്ള രീതിയിലാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ന്യൂറോ ഹോർമോണൽ ഫാക്ടേഴ്സ് ലൈക്ക് ദ സെയിം വേ ഓട്ടോ സൈറ്റോടോക്സിസിറ്റി, എക്സോജിനസ് കെമിക്കൽ എക്സ്പോഷർ, ഇത് 4 കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ ഓട്ടോ ഇമ്മ്യൂണിറ്റിയിൽ എന്താണെന്ന് പറഞ്ഞാൽ
patients with vitiligo have increased organ specific auto antibodies. അതായത് വിറ്റിലിഗോ ഉള്ള ആൾക്കാർക്ക് അവരുടെ ഓരോ ഓർഗൻസിലും സ്പെസിഫിക് ആയിട്ടുള്ള ഓട്ടോ ആന്റിബോഡീസ് ഉണ്ട്. അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടും എന്ന് പറഞ്ഞാൽ ആന്റിബോഡീസ് എഗെയിൻസ്റ്റ് അഡ്രിനൽ സൈറ്റോപ്ലാസം, അതുപോലെ തന്നെ തൈറോയ്ഡ് സൈറ്റോപ്ലാസം, തൈറോഗ്ലോബുലിൻ, ഗ്യാസ്ട്രിക് പരേറ്റൽ സെൽസ് ആൻഡ് പാങ്ക്രിയാറ്റിക് ഐലറ്റ് സെൽസ്. ഇത്രയും അതിനകത്ത് particularly individualized ആയിട്ടുള്ള ഓട്ടോ ആന്റിബോഡീസ് ഉണ്ടായിരിക്കും. ഓട്ടോ ഇമ്മ്യൂണിറ്റി ഹാസ് ബീൻ ബ്ലെയിംഡ്, but in reality it is a reaction pattern to drugs, infections and toxin, but not a cause per se. അതായത് ഇത് ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നു എന്നുള്ളതിലുപരി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡ്രഗ്സ്, അവർക്ക് വരുന്ന ഇൻഫെക്ഷൻസ്, അവരുടെ ഉള്ളിലേക്കായിരിക്കുന്ന ടോക്സിൻസ്, ഇതൊക്കെ വെച്ചിട്ട് സ്പെസിഫൈഡ് ആയിട്ട് മാറി മാറി വരുന്നതാണ്. പിന്നെ ഉള്ളത് ന്യൂറോ ഹ്യൂമറൽ ആണ്, രണ്ടാമത്തെ കാറ്റഗറി. ന്യൂറോ ഹ്യൂമറൽ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇറ്റ് സജസ്റ്റ് ദാറ്റ് a neurotoxic agent, possibly norepinephrine or some other catecholamine, is released at peripheral nerve endings. അതായത് ആ സ്കിന്നിലെ പെരിഫറൽ നെർവ് എൻഡിങ്സിലാണ് ഇത് റിലീസ് ചെയ്യുന്നത്. That may inhibit melanogenesis and could have a toxic effect on melanocytes. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവില്ല. Due to disturbances of autonomic nervous system, this hypothesis best explains the segmental cases of vitiligo. ഇതും ഈ പറഞ്ഞ പോലെ എക്സാക്ട്ലി ഇതാണ് റീസൺ എന്നുള്ളതല്ല. പിന്നെ ഓട്ടോടോക്സിസിറ്റി, അത് നമ്മൾക്കറിയാം സെൽഫ് ഡിസ്ട്രക്ഷൻ തിയറിയാണ് അതിനകത്ത് പറയുന്നത്. അതിനകത്ത് പറയണെന്ന് പറഞ്ഞാൽ ഇറ്റ് സജസ്റ്റ് ദാറ്റ് മെലനോസൈറ്റ്സ് ഡെസ്ട്രോയ് ദംസെൽസ്, സ്വന്തമായിട്ട് തന്നെ അത് ഡെസ്ട്രോയ് ആവും due to the defect of a natural protective mechanism that removes toxic melanin precursors. അതാണ് അവിടെ പറയുന്നത്. പിന്നെ ഉള്ളത് എക്സോജനസ് കെമിക്കൽ എക്സ്പോഷർ ആണ്. അവിടെ തയോൾസ്, ഫിനോളിക് കോമ്പൗണ്ട്സ് like catechol, derivatives of catechol, mercaptomines, several quinines produce depigmentation through inhibition of tyrosinase and a direct cytotoxic action on the melanocyte. നമ്മൾ കെമിക്കൽസ് അല്ലെങ്കിൽ കെമിക്കൽ എക്സ്പോഷർ കൊണ്ട് നമ്മളുടെ ടിഷ്യൂസിൽ വരുന്ന ഒരു ചേഞ്ചസ് ആണ് അവിടെ വരുന്നത്. ഇനി നമുക്ക് എറ്റിയോളജി നോക്കുകയാണെങ്കിൽ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഒരു ഫാക്ടർ ആണ്. ഒരു ഏകദേശം ഒരു 30 to 45% കേസസിൽ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ ഒരു വിറ്റിലിഗോ ഉണ്ടായിരുന്ന ആ ഒരു ഇത് നമുക്ക് കിട്ടാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസേറ്റീവ് ഫാക്ടേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് വരാറുണ്ട്. ന്യൂട്രീഷണൽ ഫാക്ടേഴ്സിൽ എന്തെന്ന് പറഞ്ഞാൽ കോപ്പറിൽ ഡെഫിഷ്യൻസി, പ്രോട്ടീനിൽ ഡെഫിഷ്യൻസി, വൈറ്റമിൻസിൽ ഡെഫിഷ്യൻസി. അതിൽ ഡയറ്റിൽ വരുന്ന ഡെഫിഷ്യൻസി ആണ് ഈ പറയുന്നത്, കോപ്പർ, അതുപോലെ തന്നെ പ്രോട്ടീൻ, വൈറ്റമിൻസ്. പിന്നെ ഇവർക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഡൈജസ്റ്റീവ് ഡിസ്റ്റർബൻസസ് കാണും. ചിലപ്പോൾ വയറിളക്കം ആയിരിക്കും, ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, ചിലപ്പോൾ ഡിസെൻട്രി ആയിരിക്കും, ചിലപ്പോൾ അമീബിയസിസ് ആയിരിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ആ ഒരു ഡിസ്റ്റർബൻസസ് ഇവർക്ക് കാണും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 62 കേസസിൽ ഒരു 10-12 പേർക്ക് ഇതാണ് പ്രശ്നമെങ്കിൽ ഒരു 20ഓളം പേർക്ക് ഇതിന്റെ കൂടെ കോറിലേറ്റ് ചെയ്ത് വരുന്നത് എലിവേറ്റഡ് IgE വരുന്നുള്ള കേസസ് ഉണ്ട്. അതായത് അലർജി കൂടുതലായിട്ട് വരുന്ന കേസസ് ഉണ്ട്. പിന്നെ ഒരു 5-6 പേർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫൗൾ സ്മെല്ലിംഗ് ആണ്. ആക്ച്വലി നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ ആ പേഷ്യന്റ് നമ്മുടെ ഫ്രണ്ടിൽ വരേണ്ട വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്മെല്ല് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാം. നമ്മൾ ആ പേഷ്യന്റിനെ കാണണ്ട, അല്ലാതെ തന്നെ നമ്മൾ ഫാർമസിയിലാണെങ്കിൽ ഇന്ന ആള് വന്നു എന്നുള്ള ഒരു ഫീല് നമുക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു ഇത് ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അലോപീസിയ ഇതുമായിട്ട് ചേർന്ന് വരുന്ന കേസസ് ഉണ്ട്. ആക്ച്വലി എനിക്ക് ആദ്യം കിട്ടുന്നത് അങ്ങനൊരു കേസാണ്. അപ്പൊ അലോപീസിയ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കേസസ് ഉണ്ട്. ഇനി എൻഡോക്രൈനായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തൈറോടോക്സിക്കോസിസ്, അതുപോലെ തന്നെ ഡയബറ്റിസ്, ഹൈപ്പോതൈറോയിഡിസം, അക്രോമെഗലി ഒക്കെ വരുന്ന കേസസ് വരും. പിന്നെ ട്രോഫോന്യൂറോസിസ് ആൻഡ് ഇംബാലൻസസ്, അതിന്റെ ഇംബാലൻസസ് ഉള്ളത് ഇമോഷണൽ സ്ട്രെസ്സും സ്ട്രെയിനും ആണ് ഈ ട്രോഫോന്യൂറോസിൽ നിന്ന് വരുന്നത്. ട്രോഫോന്യൂറോസിസ് ഇമോഷണൽ ഇംബാലൻസസ് ആണ്. പിന്നെ ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ്, ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് എടുക്കുന്ന ആൾക്കാരിൽ, അതുപോലെ ക്ലൊറോക്കിൻ എടുക്കുന്ന ആൾക്കാരിൽ, അമൈൽ ഫിനോൾ എടുക്കുന്ന ആൾക്കാരിൽ, അങ്ങനെ പല ക്വിനൈൻസ് എടുക്കുന്ന ആൾക്കാരിൽ നമ്മൾ പ്രത്യേകം, ഞാൻ എല്ലാ ക്ലാസ്സിലും അത് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, എന്ത് തരത്തിലുള്ള അലോപ്പതി ഡ്രഗ്സ് ആണ് അവർ കഴിക്കുന്നതെങ്കിൽ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ആ ഫസ്റ്റ് വിസിറ്റിൽ അതൊന്ന് അനലൈസ് ചെയ്ത് അതിന്റെ ഇഫക്ട്സും സൈഡ് ഇഫക്ട്സും ലോങ് ടേം ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് വളരെയധികം നന്നായിരിക്കും. പിന്നെ
ഫുഡ് അഡൾട്രൻസിന്റെ കാര്യം നമുക്കറിയാം. നമ്മളിപ്പോ കഴിക്കുന്ന എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള അഡൾട്രൻസ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രിയാണ് ഇപ്പൊ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡസ്ട്രിയൽ വേസ്റ്റേജസും അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിലുള്ള പണിയും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പൊ ആ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന കെമിക്കൽസ്, ഡൈസ്, കണ്ടാമിനേറ്റഡ് ഫുഡ്സ്, അല്ലെങ്കിൽ വാട്ടർ, അങ്ങനെയുള്ള കുറെ റീസൺസ് ഉണ്ട്. അപ്പൊ അതാണോ ഒരു റീസൺ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് നമ്മൾ ചിലപ്പോൾ ഹിസ്റ്ററി എടുത്ത് വരുമ്പോൾ കിട്ടില്ല. അപ്പൊ അവരോട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, പുകവലിക്കുന്ന എല്ലാ ആൾക്കാരിലും ക്യാൻസർ ഉണ്ടാവുന്നില്ല. പക്ഷെ ക്യാൻസർ ഉള്ള ആൾക്കാരിൽ നമ്മൾ നോക്കുമ്പോൾ അതിൽ ഇപ്പൊ നമ്മള് അമിനോ ആസിഡ്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻസ് എന്ന് പറയുന്ന പോലെ എല്ലാ പ്രോട്ടീൻസിലും അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. നമ്മൾ ഏത് തരത്തിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഉള്ളത്, പാത്തോളജിയിലേക്ക് പോകുന്നില്ല, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമുക്കറിയാം. ഏത് ഏജിൽ വേണമെങ്കിലും വിറ്റിലിഗോ വരാമെന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഒരു 20 വയസ്സിന് ശേഷമൊക്കെയാണ് മോർ ദാൻ 50% കേസസ് നമുക്ക് കിട്ടാറുള്ളത്. പിന്നെ ഇത് സ്ലോലി പ്രോഗ്രസീവ് ആണ്. അപ്പൊ അതിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാല്, ഒരു 3-4 കേസ് എനിക്ക് കിട്ടിയിട്ടുള്ളത് വേറെ എന്തെങ്കിലും അസുഖമായിട്ട് വരുന്നവരായിരിക്കാം. പക്ഷെ നമ്മളിങ്ങനെ കാണാൻ കേൾക്കുകയൊക്കെ BP ഒക്കെ നോക്കാൻ പോകുമ്പോഴും അല്ലാതെയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഈ സ്പോട്സോ പാച്ചസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ചില മനുഷ്യർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവും, ചില മനുഷ്യർക്ക് അത് മനസ്സിലാവില്ല. ഇനിയിപ്പം എന്ത് തരത്തിലുള്ള പാച്ച് ആണെങ്കിലും നമ്മൾ മൈക്ക 30 കൊടുക്കുന്നതിൽ തെറ്റില്ല. കാര്യം ഒരു നോർമലി ഉള്ളതൊക്കെ ആണെങ്കിൽ അതിലങ്ങ് പൊക്കോളും. അപ്പൊ നമ്മൾ ഇപ്പം അവരെന്ത് അസുഖത്തിന് വന്നതാണെങ്കിലും നമുക്കൊരു കുറച്ച് ദിവസം പ്രൊലോങ്ഡ് ആയിട്ട് മൈക്ക 30 BD കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതിങ്ങനെ മങ്ങി യൂഷ്വലി പോകേണ്ട കേസസ് ആണെങ്കിൽ അതൊക്കെ ഇങ്ങനെ മങ്ങി പൊക്കോളും. പിന്നെ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇതിന്റെ മറ്റൊരു ഇതെന്ന് പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് ദി മെലനോസൈറ്റിക് മാക്യൂൾസ് ഇൻ വിറ്റിലിഗോ ആർ ഫൗണ്ട് പാർട്ടിക്കുലർലി ഇൻ ഏരിയാസ് ദാറ്റ് ആർ നോർമലി ഹൈപ്പർ പിഗ്മെന്റഡ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഫേസ്, ആക്സില, ഗ്രോയിൻസ്, ഏരിയോളെ, ജെനിറ്റാലിയ, ഇവിടെയൊക്കെ ഏരിയ സബ്ജക്റ്റഡ് ടു റിപ്പീറ്റഡ് ഫ്രിക്ഷൻ ആൻഡ് ട്രോമ ആർ ലൈക്ലി ടു ബി അഫക്റ്റഡ്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കൈയുടെ ഈ ഒരു പുറം ഭാഗം, അല്ലെങ്കിൽ കാല്, എൽബോസ്, നീസ്, ആങ്കിൾസ്, ഈ ഒരു ഏരിയയിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും ഡിസ്ട്രിബ്യൂഷൻ കൂടുതലായിട്ടും കാണുന്നത്. യൂഷ്വലി അത് സിമെട്രിക്കൽ ആണ്, പക്ഷെ ചില കേസസിൽ അങ്ങനെ യൂണിലാറ്ററൽ ആയിട്ടും വരാറുണ്ട്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാല്, the pigment loss may be partial or complete or both may occur in the same areas. അത് കുറച്ചായിട്ടും കൂടുതലായിട്ടും അല്ലെങ്കിൽ എല്ലാം ഒരേ സ്ഥലത്ത് ഒരുപോലെ തന്നെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വരാം. അതിന് നമ്മൾ ട്രൈക്കോം വിറ്റിലിഗോ എന്നാണ് പറയുന്നത്. ആ ഒരു കണ്ടീഷനാണ് ട്രൈക്കോം വിറ്റിലിഗോ. പിന്നെ ഉള്ളത്, ഹൈപ്പർ മെലനോട്ടിക് മാക്യൂൾസ് ആർ യൂഷ്വലി ഫസ്റ്റ് നോട്ടഡ് ഓൺ ദ സൺ എക്സ്പോസ്ഡ് ഏരിയാസ് ഓഫ് ദ സ്കിൻ. സൂര്യപ്രകാശം അടിക്കുന്ന ആ ഭാഗങ്ങളിലാണ് തുടക്കത്തിലുള്ള ഹൈപ്പോ മെലനോട്ടിക് മാക്യൂൾസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഫേസിലോ നമ്മള് ഡോട്ട്സ് ഓഫ് ദ ഹാൻഡ്സിലോ ഒക്കെ ആണ് അത് ആദ്യം കിട്ടുക. പിന്നെ ഈ പറഞ്ഞ ഏരിയാസ് ഒക്കെ സൺബേൺ വരാനുള്ള സാധ്യത കൂടുതലായിട്ടും വരാറുണ്ട്. പിന്നെ എന്താ പറയാ, നമ്മള് മാർച്ച്, ഏപ്രിൽ, മെയ് ആ മാസങ്ങളൊക്കെ വരുമ്പോൾ ഇവർക്ക് ഇതേ ഏരിയയിൽ തന്നെ അല്ലെങ്കിൽ ചൊറിച്ചിലില്ലാത്ത ആൾക്കാരായിരിക്കും, പക്ഷെ ബിക്കോസ് ഓഫ് ഈ ഒരു പാച്ചസും സൺബേണും കൂടെ ചൊറിച്ചിലോടും കൂടി വരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നമ്മൾ അങ്ങനെ ഒരു ചൊറിച്ചിലായിട്ട് വരുമ്പോൾ സാധാരണ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് കലണ്ടുല ടിഞ്ചർ വന്നിട്ട് ഒരു 2-3 ഡ്രോപ്പ് എടുക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ 2 or 3 times വെള്ളം എടുക്കാൻ പറയും. എന്നിട്ട് അതൊന്ന് തൂത്തു കൊടുക്കാൻ പറയാറുണ്ട്. അത് എപ്പോഴൊക്കെയാണോ അവർക്ക് ആവശ്യമുള്ളത് അപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ തൂത്തു കൊടുക്കാൻ പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബേണിങ്ങോടുകൂടി ഇച്ചിങ് ആണ് പറയുന്നെങ്കിൽ എപ്പിസ് 30 or 200 or 3x നമ്മൾ അതനുസരിച്ച് കൊടുക്കാറുണ്ട്. BDO TDS ആയിട്ടോ കൊടുക്കാറുണ്ട്. ചില കേസസിൽ കാന്താരിസ് കൊടുക്കാറുണ്ട്. എല്ലാ കേസിലും അല്ല, പക്ഷെ കലണ്ടുല എന്തായാലും നമ്മൾ കൊടുക്കും. പിന്നെ സൺ ആഫ്റ്റർ ഇഫക്ട്സ് അങ്ങനെ വരുന്ന സമയത്ത് നാട്രമൂർ കൊടുക്കുമ്പോൾ വലിയൊരു ഇഫക്റ്റ് കണ്ടിട്ടില്ല. നാട്രം കാർബ് പക്ഷെ നല്ലൊരു ആക്ഷൻ നമുക്ക് ആ സമയത്ത് തരാറുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്,
നമ്മളാണ് ആദ്യം വിറ്റിലിഗോ ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഒരു ഡെർമറ്റോളജി വിസിറ്റ് വിടുക. അത് എപ്പോഴും നമുക്ക് നല്ലതാണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ എന്താ പറയാ, ഒരു പ്രൊഫഷണൽ ഈഗോ ബാക്കി കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മളാണ് ഫസ്റ്റ് ഡയഗ്നോസ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്കത് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മളിവിടെ വെറ്റിനറി കേസസ് എടുക്കാറുണ്ട്. ഇപ്പം ലംബി സ്കിൻ ഡിസീസ് അല്ലെങ്കിൽ ടൈലേറിയ, ഇതിപ്പം ഭയങ്കരമായിട്ട് ഇപ്പം ഈ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴും അവിടെയും നമ്മള് ഒരു വെറ്റ് ഈ പറഞ്ഞ പോലെ ഡയഗ്നോസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾക്ക് എത്തുന്നതെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ലാണ്ടാണ് നമ്മളടുത്ത് വരുന്നതെങ്കിൽ അവരോട് നമ്മൾ പറയുക ഒരു വെറ്റിനറിനെ കാണിച്ചിട്ട് നിങ്ങൾ തിരിച്ചു വരിക എന്നുള്ളതാണ്. ചില പ്രോട്ടോകോൾസ് നമ്മൾ കൃത്യമായിട്ട് പാലിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ നമ്മളടുത്ത് വരുന്ന കേസസ് മോസ്റ്റ്ലി എല്ലാ സ്ഥലത്തും കറങ്ങി തിരിഞ്ഞു വരുന്ന കേസസ് ആണ് കൂടുതലും നമുക്ക് കിട്ടാറ്. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ ഒരു റെഫറൻസിന്റെ ആവശ്യം പല ഘട്ടത്തിലും ആവശ്യമായി വരാറും ഇല്ല. ഇനി ഈ ഒരു ലീഷൻസ് ഉണ്ടല്ലോ, ഈ പാച്ചസിന്റെ ഒരു എക്സ്റ്റെന്റ് അക്കോർഡിംഗ് ടു ദ എക്സ്റ്റെന്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ലോക്കലൈസ്ഡ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതിനകത്ത് ഒരു ലീനിയർ അല്ലെങ്കിൽ സെഗ്മെന്റഡ് പാറ്റേണിലാണ് നമ്മൾ ആ ലോക്കലൈസ്ഡ് കാറ്റഗറൈസേഷൻ വരുന്നത്. പിന്നെ ജനറലൈസ്ഡ് കാറ്റഗറൈസേഷൻ, അതുപോലെ തന്നെ യൂണിവേഴ്സൽ കാറ്റഗറൈസേഷൻ, പിന്നെ ഉള്ളത് ഹാലോനേവസ് കാറ്റഗറൈസേഷൻ. ഇങ്ങനെയാണ് നമ്മൾ എടുക്കുക. ഇനി നമ്മൾ വിറ്റിലിഗോയുടെ ക്ലാസിഫിക്കേഷനിൽ മെയിൻ ആയിട്ടും കുറച്ച് ക്ലിനിക്കൽ ക്രൈറ്റീരിയാസ് എടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തേത് ആക്റ്റീവ് ക്രൈറ്റീരിയയാണ്. ആക്റ്റീവ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ആക്റ്റീവ് വീൽ വരുന്നത് ന്യൂ ലീഷൻസ് ഡെവലപ്പിംഗ്, പുതിയ ലീഷൻസ് ഉണ്ടാവുന്നത്, ലീഷൻസ് ഇൻക്രീസിങ് ഇൻ സൈസ്, അതായത് നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചാണ്. സ്കിൻ കേസസ് ഏത് നമുക്ക് കിട്ടിയാലും നമ്മൾ നിർബന്ധമായിട്ടും ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കുക. നമ്മുടെ ഇപ്പം കയ്യിലുണ്ടായിരുന്ന കുറെ കേസസ് അടുത്ത കാലത്ത് തന്നെ ഫോൺ റീസെറ്റ് ആയി ഒത്തിരി കേസസ് മിസ്സായി പോകും. അപ്പൊ നമുക്കത് ഭയങ്കരമായിട്ടൊരു സങ്കടം ഉണ്ടാക്കും. പിന്നെ നമ്മൾ തിരിച്ച് ആ പേഷ്യന്റിന്റെ അടുത്ത് വീണ്ടും ചോദിച്ചാലും എല്ലാ പേഷ്യന്റും അത് നമുക്ക് തിരിച്ചു തരണം എന്ന് നിർബന്ധവുമില്ല. പിന്നെ ഉള്ളത് ബോർഡർ ഇൽ ഡിഫൈൻഡ് ആയിട്ടുള്ള, അതായത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ബോർഡർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള, അതാണ് ആക്റ്റീവ് സ്റ്റേജിൽ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തത് ക്വിസന്റ് അല്ലെങ്കിൽ സ്റ്റേബിൾ V2 ആണ്. അതിൽ വരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നോ ന്യൂ ലീഷൻ ഡെവലപ്പിംഗ്, അതായത് ഉള്ളതുണ്ട് പക്ഷെ പുതുതായിട്ടൊന്നും വരുന്നില്ല. പിന്നെ ഉള്ളത് ലീഷൻ സ്റ്റേഷനറി ഇൻ സൈസ്, ബോർഡർ ഹൈപ്പർ പിഗ്മെന്റഡ് ആൻഡ് വെൽ ഡിഫൈൻഡ്. ആ ബോർഡർ നമുക്ക് വെൽ ഡിഫൈൻഡ് ഹൈപ്പർ പിഗ്മെന്റഡ് ആയിട്ട്, അത് നോർമൽ സ്കിന്നും ഇപ്പം ഇവിടെയാണ് ഉള്ളതെങ്കിൽ ഇവിടുത്തെ ഒരു നോർമൽ സ്കിന്നും അപ്പുറം ഇപ്പുറമായിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത് ഇംപ്രൂവിംഗ് ആണ്, V3 ആണ്, ലീഷൻസ് ഡിക്രീസിങ് ഇൻ സൈസ്. അപ്പൊ ആദ്യം നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ലീഷൻസിന്റെ സൈസ് ഡിക്രീസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായ ഒരു സന്തോഷവും ഒരു എക്സൈറ്റ്മെന്റും നമ്മൾ എന്തൊക്കെയോ നേടി എന്നുള്ള ഒരു തോന്നലൊക്കെ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാം. പക്ഷെ അത് വെറുതെയാണ്. അത് അവർക്കും അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുക, നമ്മളും അത് മനസ്സിലാക്കുക. നമ്മൾ അങ്ങനെ വിചാരിക്കും, നമ്മൾ ഒരു ഓവർ കോൺഫിഡന്റ് ആയി കഴിയുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടേ ഉണ്ടാക്കുള്ളൂ. അപ്പൊ നമ്മൾ അത് ഒരിക്കലും, നമുക്ക് ഒരു സന്തോഷം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ലീഷൻസ് ഡിക്രീസിങ് ഇൻ സൈസ്, നോ ന്യൂ ലീഷൻസ് ഡെവലപ്പിംഗ്, ബോർഡർ ഡിഫൈൻഡ് ആൻഡ് സൈൻസ് ഓഫ് സ്പോണ്ടേനിയസ് റീപിഗ്മെന്റേഷൻ ഫോളിക്കുലാർ ആൻഡ് പെരിഫറൽ. അതായത് നമ്മുടെ ഇപ്പൊ റീസെന്റ് ഇന്ന് വന്നൊരു കേസാണ്. അതായത് ആ മോന്റെ ഈ ഭാഗം ഇവിടെ, എനിക്ക് പവർ പോയിന്റ് വന്നിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയമില്ല എന്നുള്ളതാണ്. ഉടനെ തന്നെ ഞാൻ പരിഹരിക്കുന്നതാണ്. അപ്പൊ ഈ കേസസ് ഒക്കെ നമ്മൾ അതിൽ കാണാവുന്നതാണ്. അതായത് ഈ ഒരു പോർഷനിൽ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഇവിടെ ആയിട്ട് കുറെ സ്ഥലത്തുണ്ട്. പിന്നെ ഐലൻഡ് പോലെ അതിങ്ങനെ കിടപ്പുണ്ട്, ഈ സൈഡിലും ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ വരുന്ന ഒരു സമയത്ത് എന്താന്ന് വെച്ചാൽ ഈ ഇത്രയും ലീഷന്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് സ്കിന്ന് നോർമൽ ആവും, അല്ലെങ്കിൽ ഒരു ബ്ലാക്കിഷ് പോലത്തെ ഒരു അപ്പിയറൻസ് വരും, അല്ലെങ്കിൽ ആ റോസി റെഡ് വന്നിട്ട് അതിങ്ങനെ കുറഞ്ഞു വരും, അല്ലെങ്കിൽ നല്ല വൈറ്റ് പാച്ചസ് ആയിട്ടിരിക്കുന്ന ആ വൈറ്റ് പാച്ചസ് വന്നിട്ട് കുറേശ്ശെ ഇങ്ങനെ ബ്രൗണിഷ് ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് ആ പേഷ്യന്റിനും ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾക്ക്
ശ്രീലങ്കയുടെ ഒരു സൈസ്, അല്ലെങ്കിൽ കേരളത്തിന്റെ ആ ഒരു നമ്മൾ ഇന്ത്യൻ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ കേരളവും ശ്രീലങ്കയും ഒക്കെ നമ്മളെ മനസ്സിലെടുക്കുമ്പോൾ ഗോവയുടെ സൈസ് ഓർമ്മയുണ്ടല്ലോ, ഒരു ചെറിയൊരു സൈസ് അല്ല. ആ ഒരു 5-6 ഗോവ ഈ കേരളത്തിനകത്തോ അല്ലെങ്കിൽ ശ്രീലങ്കയ്ക്കകത്തോ വന്ന പോലത്തെ ഒരു ഫീലാണ്. അങ്ങനെ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ അത് അങ്ങനെ വരുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു കോൺഫിഡൻസ്, അപ്പൊ നമുക്ക് ഒരു കുറച്ച് പാച്ചസ് അധികം വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ മോന്റെ കേസിൽ കൈ ഓക്കെയാണ്, കാലും ഓക്കെയാണ്, പക്ഷെ ഫേസിനകത്ത് യാതൊരു ചേഞ്ചസും ഇതുവരെ ഈ ദിവസം വരെ വന്നിട്ടില്ല. അതായത് ഇവിടെ ഈ ഒരു പോർഷനിൽ ഇവിടെയുമാണ് ചേഞ്ചസ് ഇനി വരാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്ക് ഈ കൈയും കാലിനേക്കാൾ കൂടുതൽ പേഷ്യന്റിന് ഒരു താല്പര്യം എന്ന് പറയണത് ഈ ഫേസിൽ വരുന്ന ആ ഒരു താല്പര്യം ആയിരിക്കണം. വിത്ത് ഓൾ മൈ പ്രേയേഴ്സ്, എന്റെ ഒരു വിശ്വാസം അവർ അടുത്ത മാസം വരുമ്പോൾ അത് കുറച്ചൊന്ന് ലെവലായി വരുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും ദിവസത്തെ ആ ട്രീറ്റ്മെന്റ് പ്ലാൻ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് മന്ത് വിസിറ്റിൽ അത് അങ്ങനെ വരേണ്ടത് തന്നെ ആണ്. പിന്നെ ഉള്ളത് അടുത്തത് സെഗ്മെന്റിലാണ്. അടുത്ത കേസിൽ അത് സോസ്റ്ററിഫോർമിസ് അല്ലെങ്കിൽ സെഗ്മെന്റിലാണ്. അത് യൂണിലാറ്ററൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലീഷൻസ് വന്നിട്ട് പ്രിഫറബിളി അലോങ് ദ കോഴ്സ് ഓഫ് നെർവ്സ് ആണ്. നെർവ് പോകുന്ന ആ ഒരു കോഴ്സിനകത്ത് വരുന്നതാണ് സാധാരണ യൂണിലാറ്ററൽ ആയിട്ട് വരുന്നത്. ഇനി ഇതിന്റെ ഡയഗ്നോസിസ് ആണ്. ഡയഗ്നോസിന്റെ കേസിൽ ഞാൻ ഓൾറെഡി ഡെർമറ്റോളജി വിസിറ്റിന്റെ കാര്യം പറഞ്ഞു. വൂഡ്സ് ലാമ്പ് ആണ് ഇതിന്റെ ഒരു ഡയഗ്നോസിസിന് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുക. ആ ഒരു ഇതാണ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഇതിന്റെ ഒരു പാർട്ടാണ്. ഡിഫറൻഷ്യൽ ഡയഗ്നോസിസും ഈ പറഞ്ഞ മാതിരി നമ്മൾ ഇത് ഫെമിലിയർ ആയിട്ട് കാണുന്ന കേസസ് കാണുന്നവരുണ്ടായിരിക്കാം. ഞാൻ എന്റെ കാര്യം പറഞ്ഞതാണ്. എനിക്ക് ഈ 62 പിന്നെ കൊഴിഞ്ഞു പോയൊരു 4-5 കേസ്. അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ ഒരു വിശ്വാസം ഇല്ല, അല്ല ട്രീറ്റ്മെന്റിന്റെ ഒരു ഇതിലല്ല, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ അങ്ങനെയാണ്. അപ്പൊ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിൽ എന്തെന്ന് പറഞ്ഞാൽ മോർഫോയ എന്ന് പറഞ്ഞിട്ടൊരു കേസ് ഉണ്ട്. അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഐവറി കളറാവും നമ്മളെ സ്കിന്ന്. ആ സ്കിന്ന് വന്നിട്ട് നല്ല തിളക്കം ഉണ്ടായിരിക്കും. അതിന്റെ തൊട്ടടുത്തുള്ള ടിഷ്യൂ ആയിട്ട് അതിനെ ഒട്ടിയിരിക്കുന്ന പോലത്തെ ഒരു ഫീൽ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നമുക്കറിയാം ലെപ്രസിയുടെ കാര്യം നമുക്കറിയാം. അതും ഈ വിറ്റിലിഗോ ടെക്സ്ചറും സെൻസേഷൻസും ഒക്കെ ലെപ്രസിയിൽ ആ ഒരു സെൻസേഷൻ ഉണ്ടാവില്ല. ഇതിൽ നമുക്ക് സെൻസേഷൻസ് ഒക്കെ നോർമലായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സെബോറൈറ്റ്സ് അല്ലെങ്കിൽ പിറ്റീരിയാസിസ് ആണ്. ഈ കേസസിലും ഈ പറഞ്ഞ പോലെ നമുക്ക് സ്കെയിലിംഗിന്റെ ആബ്സെൻസ്, ക്രസ്റ്റിംഗ് അല്ലെങ്കിൽ വിറ്റിലിഗോയിൽ വരുന്ന വിത്ത് ഇച്ചിങ് വിത്തൗട്ട് ഇച്ചിങ് എന്നുള്ള ആ ഒരു രീതിയിലേക്കാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് പിൻഡ ആൻഡ് സിഫിലിറ്റിക് ലൂപ്പോ മെലനോഡെർമയാണ്. അതിനകത്തും ഈ പറഞ്ഞ പോലെ സെറോളജിക്കലി ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടുക. ഇങ്ങനെ കുറെ കേസസ് വരുമ്പോൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അതിനകത്തൊരു ഈഗോ അങ്ങനെ ഒരു ഇത് നമുക്ക് തോന്നേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ അവരോട് അങ്ങനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം നമ്മൾ സ്പെഷ്യലിസ്റ്റുമാരല്ല. ഞാൻ പറയാറുണ്ട് സ്പെഷ്യലിസ്റ്റുമാരല്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു ഒപ്പീനിയൻ എടുത്തു വരുന്നത് നന്നായിരിക്കും എന്നുള്ള ആ ഒരു ഇത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രോഗ്നോസിസ്. അതും നമ്മളൊരു സേഫർ സൈറ്റ് നമ്മൾ ആ പ്രോഗ്നോസിസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അതായത് റെസിസ്റ്റന്റ് ഏരിയാസ് എന്നുള്ളതെന്ന് വെച്ചാൽ ലിപ്സ്, ഓവർ ദ ജോയിന്റ്സ്, അതുപോലെ തന്നെ ഏക്രൽ ഏരിയാസ്, അങ്ങനെയുള്ള ആ ഒരു ഇതിൽ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പാച്ചസ് വിത്ത് ഡീപിഗ്മെന്റഡ് ഹെയർ. അതായത് പാച്ചസ് ഉണ്ടായിരിക്കും പക്ഷെ അവിടെ ഡീപിഗ്മെന്റ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും. പിന്നെ പാച്ചസ് വിത്ത് തിക്കൻഡ് ഇന്റർഗുമെന്റ്, സ്കെയിലി ആൻഡ് ടെൻഡൻസി ടു ഫൈബ്രോസിസ് ആയിട്ടുള്ള ആ ഒരു കണ്ടീഷൻ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പെയിൽ പാച്ചസ് വിത്ത് ലാക്ക് ഓഫ് വാസ്കുലാരിറ്റി. അതായത് ആ ഒരു ഏരിയയിൽ എന്തെങ്കിലും മുറിവോ കട്ടോ അബ്രേഷനോ എന്തെങ്കിലും വന്നാൽ അത് പെട്ടെന്ന് ബ്ലീഡ് ചെയ്യില്ല. അങ്ങനത്തെ ആ ഒരു ഏരിയാസ് ആണ് വരിക. പിന്നെ എന്നിട്ട് പൂവർ റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റിന്റെ റീസൺസ് ആണ്. ഇത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റിലെ തന്നെ പറഞ്ഞതാണ്. ഇത് നമ്മൾ അതായത് ഒരു കേസ് കിട്ടുന്നതിന് മുമ്പേ തന്നെ അല്ലെങ്കിൽ കേസ് എടുക്കുന്നതിന് മുമ്പേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും നിർബന്ധമായിട്ടും അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. അതായത് റീസൺസ് ഫോർ പൂവർ റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റിൽ വരുന്നതെന്ന് പറഞ്ഞാൽ പൂവർ ന്യൂട്രീഷൻ ആൻഡ് ജനറൽ ഹെൽത്ത്. ഇത് രണ്ടും ഇല്ലാത്ത ആൾക്കാരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇമോഷണൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. അപ്പൊ ഇമോഷണൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ്റെ ജനറൽ ഹെൽത്തിനകത്ത് ഹൈജീൻ വരും. അപ്പൊ അമിതമായ വൃത്തി നമുക്ക് ബുദ്ധിമുട്ടാണ്, തീരെ വൃത്തി ഇല്ലായ്മയും നമുക്ക് ബുദ്ധിമുട്ടാണ്.
പുവർ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെയാണ് പട്ടിണി, അല്ലെങ്കിൽ ആരാണ് ഭക്ഷണം, അങ്ങനെയല്ല. നമ്മളിപ്പം രാവിലെ കാപ്പി കുടിക്കുന്നു, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നു, രാത്രിയിൽ വീണ്ടും ചോറ് അല്ലെങ്കിൽ കാപ്പി എടുക്കുന്നു, അല്ലെങ്കിൽ പൊറോട്ട കഴിക്കുന്നു, സ്നാക്സ് കഴിക്കുന്നു. അതിൽ നമ്മൾക്ക് ബാലൻസ്ഡ് ന്യൂട്രീഷൻ ആണോ എന്നുള്ളത് ഒരു കാര്യം. ഒന്നാമത്തത് ബാലൻസ്ഡ് ന്യൂട്രീഷൻ ആണോ എന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, അവരുടെ അസുഖവുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെയാണോ കുറവുകൾ ഉള്ളത് ആ കുറവുകൾ നമുക്ക് മെയിൻറ്റെയിൻ അത് ഡയറ്റിലൂടെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റുമോ എങ്കിൽ ആ ഡയറ്ററി സബ്സ്റ്റൻസസ് അവർ എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് 2. മൂന്നാമത്തെ കാര്യം, അബ്സോർപ്ഷണൽ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറയുന്നു നിങ്ങൾ ഇത്ര എടുക്കണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പൊ ഹെയർ ഫോൾ ആയിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറയാറുണ്ട് സ്വീറ്റ് പൊട്ടറ്റോ വന്നിട്ട് മധുരക്കിഴങ്ങ് വന്നിട്ട് 300 തൊട്ട് 400 ഗ്രാം വരെ ഒരു മാസത്തിൽ എടുക്കുന്നത് അവർക്ക് നല്ലതാണ് എന്ന് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. അപ്പൊ 300 മുതൽ 400 ഗ്രാം എന്നുള്ളത് നമ്മൾ വീക്കിലി 2 or 3 പീസസ് അങ്ങനെ എടുക്കാൻ പറയുന്നത് കൊണ്ട്, അതല്ല അവർ വന്നിട്ട് മന്ത്ലി അതങ്ങനെ എടുക്കുന്ന കേസസും പറയാറുണ്ട്. പക്ഷെ അവിടെയും നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ സെയിം അളവ് എല്ലാ പേരിലും അവരെടുക്കുന്നത് അതുപോലെ തന്നെ അബ്സോർബ് ചെയ്ത് അവർക്ക് കിട്ടണം എന്ന് നിർബന്ധമില്ല. അപ്പൊ ഈ കേസസിലും അത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഇമോഷണൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിൽ നമുക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരുന്നതെന്ന് പറഞ്ഞാല് ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണ്. നമ്മള് കാര്യം അവർ ആ സാഹചര്യത്തിൽ തന്നെയാണ്. നമ്മൾ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും അതിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ചാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡെയിലി കുടിച്ചിട്ട് വരുന്ന ഭർത്താവ്, അല്ലെങ്കിൽ ഫുഡ് എടുത്ത് കളയുന്ന ഭർത്താവ്, സംശയരോഗിയായ ഭർത്താവ്, അല്ലെങ്കിൽ അതുപോലത്തെ ഇൻലോസ്, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത മക്കള്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ ഇവര് എത്രയൊക്കെ തന്നെ പാമ്പർ ചെയ്യാനും സൂത്തനം ചെയ്യാനും ശ്രമിച്ചാലും അവര് റിട്ടേൺ ചെയ്യുന്നത് ഇങ്ങനൊരു സാഹചര്യത്തിൽ തന്നെയാണ്. അത് നമുക്ക് എപ്പോഴും ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പം അവിടെ ഞാൻ ഫ്ലവർ റെമഡീസിന്റെ ആ ഒരു ഹെൽപ്പ് ഭയങ്കരമായിട്ട് എടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പാസ്റ്റ് ട്രോമയോ മറ്റു കാര്യങ്ങളോ അങ്ങനെയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും ഇപ്പൊ ഉപദ്രവിച്ചു, മൊളസ്റ്റേഷൻ, അല്ലെങ്കിൽ അതിനൊരു അറ്റംപ്റ്റ് നടത്തി, അങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ പാസ്റ്റ് ഹിസ്റ്ററി ഒക്കെ എടുക്കുമ്പോൾ കിട്ടാറുണ്ട്. ചിലർ പറയാറുണ്ട് എന്നാ പണ്ട് ചിലപ്പം ഒരേ ഇതിലുള്ള ആൾക്കാർ, അതായത് സെയിം സെക്സിലുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് അവർ പറയുന്നുണ്ടെങ്കിൽ ഇഗ്നേഷ്യ അല്ലെങ്കിൽ സ്റ്റാപ്പിസ് ആഗ്രിയ അത് ആ സാഹചര്യം അനുസരിച്ച് നമ്മൾ കൊടുക്കും. പക്ഷെ അതിനേക്കാളൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റാർ ഓഫ് ബത്ലഹേം ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർ ഓഫ് ബത്ലഹേം ഈ പറഞ്ഞ പോലെ അത് കുറച്ച് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 month എങ്കിലും നമ്മൾ റെഗുലറൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ റെസ്ക്യൂ കൊടുക്കാറുണ്ട്. റെസ്ക്യൂ റെമഡിയും ഈ പറഞ്ഞ മാതിരി നമ്മളത് ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ പക്ഷേ നമ്മളത് സ്റ്റോപ്പ് ചെയ്യുക, അത് എപ്പോ എന്നുള്ളതല്ല. ചില കേസസിൽ നമ്മൾ റെസ്ക്യൂ കൊടുക്കുന്ന കേസസിൽ അവർ അതിനങ്ങ് അഡിക്റ്റ് ആയി മാറുന്നത് കാണാറുണ്ട്. കാര്യം അതുണ്ടെങ്കിലേ അവർക്കൊരു ഹാപ്പിനെസ് ഉള്ളൂ എന്നുള്ള ആ ഒരു ഇതുണ്ട്. അങ്ങനെ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ അവർ കുറച്ച് കാമാവും. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മൈൽഡായിട്ട്, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ഉറക്കക്കുറവെന്ന് വരുന്ന കേസസ് ഉണ്ടല്ലോ. പൊതുവെ ഉറക്കക്കുറവ് വരുന്ന ഒരുപാട് പേര് വരാറുണ്ട്. അപ്പൊ കേൾക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നാറുണ്ടെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞാൻ അവരോട് പറയും 7312, 4732, 5412, ഏതെങ്കിലും ഒരു നമ്പർ പറഞ്ഞിട്ട് ഞാൻ അവരോട് പറയാന്ന് പറഞ്ഞാൽ കണ്ണടച്ചിട്ട് നിങ്ങളിങ്ങനെ ഉറങ്ങാൻ കിടക്കുവാണല്ലോ ആള്. അപ്പൊ കണ്ണടച്ചിട്ട് 7312, 7311, 7310 അങ്ങനെ ഒരാൾ താഴേക്ക് എണ്ണി വരുമ്പോ 100% ഉറപ്പാണ് അയാള് സീറോയിലേക്ക് എത്തില്ല. ബിക്കോസ് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് എണ്ണുന്ന ഒരാള്, ഇത് എന്റെ ഈ 15 വർഷത്തെ എക്സ്പീരിയൻസിൽ ഇതുവരെ ആരും സീറോയിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അത് നമുക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ഇപ്പൊ എന്താ പറയാ റിലീജിയസ് ആസ്പെക്റ്റിൽ അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഏത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണോ ആ കമ്മ്യൂണിറ്റി ബേസിസിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു 1 ലൈൻ, ഒരു സെന്റൻസോ അല്ലെങ്കിൽ ഒരു വേർഡോ എന്തെങ്കിലും നമ്മൾ അത് അവരെ വീണ്ടും ഇതൊക്കെ നമുക്ക് വേണം. എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ക്യൂറിലേക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ റെക്കറന്റ് അല്ലെങ്കിൽ ഇന്റർ കറന്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്, പ്രൊലോങ്ഡ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആന്റിബയോട്ടിക് കോഴ്സസ്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞുള്ള ബാഡ് ഡൈജഷൻ, ഡയേറിയ, ഡിസെൻട്രി, കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയൊക്കെ, പിന്നെയുള്ള മ്യൂക്കോസൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാവുക, പിന്നെ ഏജ് അബോവ് 60 ഉണ്ടാവുക.
ഉണ്ടാവുക. പക്ഷെ അതങ്ങനെ ഏജ് അബോവ് 60 വന്നിട്ട് നമുക്ക് അതുകൊണ്ട് റിസൾട്ട് കിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എൻ്റെ ഒരു 2 മെയിൽ കേസസും ഒരു 64ഉം 68ഉം ആണ്. അത് അവരുടെ പ്രിഫറൻസ് ആണ്. ഇപ്പൊ അവര് നമ്മുടെ അടുത്ത് മരുന്ന് വാങ്ങാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും പ്രായമായി പോയി, നിങ്ങൾ ഇത്രയും ദിവസം കൊണ്ടുപോകുന്നതല്ലേ, ഇനിയിപ്പോ അത് അങ്ങനെ തന്നെ നടത്തിക്കൂടെ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടിയ ഒരു കേസാണ്. 72 ഇയേഴ്സ് ഉണ്ട്, അപ്പൂപ്പന് 72 ഇയേഴ്സ് ഉണ്ട്. പ്രോസ്റ്റേറ്റ് ഇഷ്യൂ ആണ്. പ്രോസ്റ്റേറ്റ് ഇഷ്യൂവിനാണ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് 26 ഡേയ്സ് നമുക്ക്, അതായത് ഒരു ട്യൂബ് ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ 26 ഡേയ്സ് വരെ ഇപ്പൊ അത് നിൽക്കുന്നുണ്ട്. നമ്മൾ അടുത്ത് വരുമ്പോൾ ഒന്നര ദിവസം കൂടുമ്പോൾ ട്യൂബ് ചേഞ്ച് ചെയ്തിരുന്ന ഒരു അപ്പൂപ്പനാണ്. അത് ഓൺലൈൻ കേസാണ്. പുള്ളിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. 5 മാസം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എന്നെ കാണാൻ വരുന്നത്. കാണാൻ വരുമ്പോൾ എൻ്റെ അടുത്ത് ആകെ അപ്പൂപ്പൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയാമോ, മോളെ എനിക്ക് നല്ല മുടി, ഇങ്ങനെ തടവിട്ടാണ് പറയണം, മോളെ എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ, ഇപ്പൊ എന്റെ മുടിയൊക്കെ പോയി, എനിക്ക് ഡൈ അടിക്കാൻ താല്പര്യമില്ല, എനിക്ക് കുറച്ച് കറുത്ത മുടി വരുത്തി തരൂ. ഇതായിരുന്നു അപ്പൂപ്പന്റെ ആവശ്യം. അപ്പൊ ഞാൻ നല്ലൊരു തുക പെൻഷനായിട്ട് കിട്ടുന്ന ഒരു അപ്പൂപ്പനാണ്. അപ്പൊ ഞാൻ ആ അപ്പൂപ്പനെ എനിക്ക് കഴിയുന്ന തരത്തിൽ ഡിസ്കറേജ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു. പക്ഷെ അപ്പൂപ്പന് മരുന്ന് കിട്ടിയേ മതിയാവും. അപ്പൊ കറുത്ത മുടി വരുമോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വെളുത്ത മുടി എന്തായാലും വരും എന്ന് പറഞ്ഞ് ഞാൻ മരുന്ന് കൊടുത്തേച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഒരു മാസം ആകുമ്പോഴത്തേക്കും ഫോട്ടോ വരുമ്പോൾ നമുക്ക് കാണാം. അപ്പൊ ഇനി ഇത് കഴിഞ്ഞ് ഇനി മെഡിസിനൽ ആസ്പെക്ട് നമ്മള് ഇപ്പം എൻ്റെ ഒരു ഇതില് അമ്മി സ്നേഹ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. ഞാൻ എല്ലാ കേസിലും കൊടുക്കാറുണ്ട് അമ്മി സ്നേഹ. ഒരു കേസിൽ പോലും ഒരു ഡോസ് പോലും മിസ് ചെയ്യാറുമില്ല. ഞാൻ ഒന്നുകിലും 3 നേരമായിട്ട് കൊടുക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വാട്ടർ ബോട്ടിലിൽ ഒഴിച്ചിട്ട് അവർ ആ ഒരു ഡെയിലി റുട്ടീൻ ഒക്കെ ചെയ്യുമല്ലോ, അപ്പൊ ആ സമയത്ത് അതും കൂടെ കണ്ടിന്യൂ ചെയ്ത് പോവാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ കൊടുക്കുന്ന ഒരു റെഗുലർ മെഡിസിനിൽ വരുന്നതാണ് ആഴ്സൾഫ്ലാവ് കൊടുക്കാറുണ്ട്. അത് ഡിപ്പെൻസ് ആണ്. 3x കൊടുക്കുന്ന കേസസ് ഉണ്ട്, 30 കൊടുക്കുന്ന കേസസ് ഉണ്ട്, 200 ഉണ്ട്, 1m ഉണ്ട്, 10m കൊടുക്കുന്ന കേസസും ഉണ്ട്. 10m കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പിന്നെ ഒരു റെപ്പറ്റീഷൻ ഉടനെ ഒന്നും കാണില്ല. എന്നാലും 10m ഉപയോഗിക്കാറുണ്ട്. 10m ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് 10m ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ അത് അഗ്രവേറ്റ് ചെയ്യും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മളുടെ ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹൈഡ്രോകോട്ടൈൽ ടിഞ്ചർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഹൈഡ്രോകോട്ടൈൽ ടിഞ്ചറിനും അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക. ഈ ഹൈഡ്രോകോട്ടൈൽ ടിഞ്ചർ ഇപ്പം ഹൗസ് വൈഫ് ആണ് അല്ലെങ്കിൽ വലിയ എന്ന് വെച്ചാൽ സോഷ്യൽ ഇന്റലിജൻസ് ഒന്നുമില്ല, വീട്ടിൽ തന്നെയാണ്, സമയമൊക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെ ഉള്ള കേസസിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ വന്നിട്ട് നമുക്ക് ഹൈഡ്രോകോട്ടൈൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 15 ml എടുക്കുകയാണെങ്കിൽ ആ 15 ml നമുക്കൊരു 5 ml അല്ലെങ്കിൽ ഒരു 7 ml ഹൈഡ്രോകോട്ടൈൽ ടിഞ്ചർ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കി നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ തുടങ്ങൽ അല്ലാതെ കിട്ടുന്ന നാച്ചുറലി നല്ലതായിട്ട് കിട്ടുന്ന ആ ഒരു ഏരിയാസ് ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പം എന്താ പറയാ മുരിങ്ങയില, ചീര അല്ലെങ്കിൽ കറിവേപ്പിലയൊക്കെ നമ്മൾ ഫുഡിൽ ആഡ് ചെയ്യുമല്ലോ, അതുപോലെ തന്നെ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഒരു 2-3 പീസൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ തണ്ട് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിലോട്ട് അവരുടെ കറികളിലോ അല്ലെങ്കിൽ സാലഡ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കാൻ നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ക്യാപ്സിക്കം ഉണ്ടല്ലോ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാപ്സിക്കം ഉണ്ടല്ലോ, അതിൽ ആ 3 തരത്തില് നമ്മൾ ആ ക്യാപ്സിക്കം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറയാം. എന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വഴറ്റുമ്പോഴോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടോ നല്ല പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ആണ്. നമുക്ക് അതായത് നമ്മളെ മെഡിസിനോടൊപ്പം തന്നെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് അത് കൊണ്ടുപോകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവക്കാഡോ, വാൽനട്ട് ഇതൊക്കെ നമുക്ക് നല്ലതായിട്ട് ഇതിന്റെ കൂടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് മാൻഡേറ്ററി ആണ്. അതായത് നമ്മൾ ഒരു നോർമലി ഉള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സ്പെസിഫിക് ടെസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ നോർമൽ റുട്ടീൻ എക്സാമിനേഷൻ ആയിട്ട് നമുക്ക് ഇപ്പം CBC ചെയ്യാം, LFT ചെയ്യാം, RFT ചെയ്യാം, ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യാം, TFT ചെയ്യാം. അതായത് ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ എക്സാമിനേഷൻസും നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ലതാണ്. കാര്യം അതിലും നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഉണ്ടായിരിക്കും. ആ വേരിയേഷൻസും അതായത് നമ്മൾ കണ്ടെത്തി നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ പേഷ്യന്റിൽ നിന്ന് കിട്ടുന്ന ഒരു ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ചിലപ്പം ആ പേഷ്യന്റ് മാത്രമായിരിക്കും, ആ ഫാമിലി ഫുള്ള് നമ്മളെ എക്സ്പെക്ട് ചെയ്തും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, നമ്മളടുത്ത് വന്നാൽ എന്തായാലും ഒരു കുറവുണ്ടാവും എന്ന് ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നതാണ്.
പിന്നെ നമുക്ക് മെഡിസിൻസിൽ ഇപ്പം നമ്മൾ നോക്കുന്നത് ഇപ്പൊ വണ്ണമുള്ള ഒരാളാണെന്ന് വെക്കണം, അയാൾക്കാണ് വിറ്റിലിഗോ ഉള്ളതെന്ന് വെക്കണം. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു റെക്കറന്റ് ആയിട്ട് അല്ലെങ്കിൽ മലബന്ധം എന്ന് പറയുന്നത് അവരെ കൂടപ്പിറപ്പാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. പിന്നെ അവർക്ക് നമ്മൾ പീരീഡ്സ് എപ്പോഴാണ് ആയതെന്നൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് ഡിലേഡ് ആയിട്ടുള്ള മെൻസ്ട്രുവേഷൻ ആയിരിക്കും കാണിക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവര് വന്നിട്ട് എപ്പോഴും എന്തിനെങ്കിലൊക്കെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളൊന്നും ഇവർ ചിന്തിക്കൂലായിരിക്കും, അങ്ങനെ തന്നെ എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചെറുപ്പമൊക്കെ നോക്കുമ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ സ്കിൻ ഇൻഫെക്ഷൻസ് വന്ന് സപ്രസ് ചെയ്ത ആൾക്കാർ, ഇങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരിൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ പോർഷൻസിൽ വന്നിട്ട് വിണ്ട് കീറിയും അങ്ങനെയൊക്കെ ഉള്ള വരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നമുക്ക് ഗ്രാഫൈറ്റീസ് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഗ്രാഫൈറ്റീസ് 0/3 ആണ് സാധാരണ കൊടുക്കുന്നത്. അതും ഒരേ ഒരു ടൈം മാത്രം, വൺസ് അങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യാറില്ല. പിന്നെ മൈക്കയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, മൈക്ക 30 ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഹൈഡ്രോകോട്ടലിന്റെ കാര്യം, നമ്മൾ എബ്രോഡ് പോകുന്ന ആൾക്കാരാണ് എങ്കിൽ നമ്മൾ ടിഞ്ചർ കൊടുക്കുന്നതിന് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് അതായത് പല കൊറിയർ ഏജൻസീസും ടിഞ്ചർ ആയിട്ട് നമ്മളെയൊന്നും എടുക്കാറില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ അവരതിന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഏവിയേഷനിലെ ഗ്രാവിറ്റിയിൽ വരുന്നൊരു ഡിഫറൻസ്. പിന്നെ ഇപ്പൊ നമുക്കറിയാം കുറെ അല്ലാണ്ട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇപ്പൊ ഉള്ളത് കൊണ്ട് നമുക്ക് 1x ആക്കി കൊടുക്കും, അല്ലെങ്കിൽ 30 പൊട്ടൻസ് നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരു ഇപ്പൊ ഹൈഡ്രോകോട്ടയിലാണെങ്കിൽ നമുക്ക് 30 പൊട്ടൻസോ അല്ലെങ്കിൽ 1x ആയിട്ട് അങ്ങനെ ഉള്ള കേസസിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ന്യൂക്ലിയോക്യൂട്ടേനിയസ് ആയിട്ടുള്ള ജംഗ്ഷൻസിൽ വരുന്ന വൈറ്റ് പാച്ചസ്, പ്രത്യേകിച്ച് ഇവിടെ ഇങ്ങനെ ഇവിടെ ഈ ഒരു പോർഷനിലൊക്കെ വരുന്ന ആ ഒരു കേസസ് ആണെങ്കിൽ, അതുപോലെ കണ്ണില്, അതുപോലെ തന്നെ കണ്ണില്, മൂക്കില് അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നമ്മളൊരു ജനൈറ്റൽ ഏരിയാസിലൊക്കെ അങ്ങനെയൊക്കെ വരുന്ന കേസസിൽ നമുക്ക് നൈട്രിക് ആസിഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അതിനകത്തും ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിലൊക്കെ ഈ ഇൻഡൈജസ്റ്റബിൾ ആയിട്ടുള്ള തിങ്സ്, ചോക്ക്, അതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള താല്പര്യം അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം. അതുപോലെ തന്നെ ഉപ്പിന്റെ അടുത്തും കൊഴുപ്പിന്റെ അടുത്തും ഉള്ള ഒരു താല്പര്യം കൂടുതലും ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നൈട്രിക് ആസിഡ് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് 6x നല്ലൊരു ആക്ഷൻ തരുന്ന ഒരു മരുന്നാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ വൈറ്റും ഡാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മാറി, അതായത് ഈ ക്യൂർ അല്ലെങ്കിൽ വ്യത്യാസം വരുന്നു എന്ന് പറയുന്നത് നമുക്കത് നോക്കുമ്പോൾ ചിലപ്പോൾ അത് അങ്ങനത്തെ ഒരു ക്യൂർ ആയിരിക്കില്ല, ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള സ്പോട്സ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുക. അങ്ങനെ വൈറ്റും ഡാർക്കും സ്പോട്സ് മാറി മാറി വരുമ്പോഴത്തേക്ക് ആ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിരിക്കും. അതുപോലെ തന്നെ സ്കെയിൽസും ചില കേസസിൽ കാണാറുണ്ട്. അങ്ങനെയുള്ള കേസസിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് 6x കൊടുക്കാം. പക്ഷെ ആ 6x വന്നിട്ട് ഈ പറഞ്ഞ മാതിരി കൺട്രോൾഡ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ഒരെണ്ണം വീതം 2 നേരം, അല്ലെങ്കിൽ 1 വീതം 2 നേരം ഓൺ ആൾട്ടർനേറ്റ്, 1 വീതം 2 നേരം ആൾട്ടർനേറ്റ് ഡേയ്സിൽ. അങ്ങനെ ഇവിടെ പുറത്ത് മഴയുണ്ട് കേട്ടോ, ചിലപ്പോ അതായിരിക്കും നേരെ കേൾക്കാത്തതെന്ന് തോന്നുന്നു. നല്ല മഴയുണ്ട് പുറത്ത്. ഓക്കെ. ആക്ച്വലി ഞാൻ ആ ടൈം ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പൊ മാഡം ബാക്കി നമുക്ക് ഈ ഒരു അവസരത്തിൽ മതിയായിരിക്കുമല്ലോ അല്ലേ? കുറച്ചുകൂടെ ഉണ്ടോ ഡോക്ടറെ? ഇനി പിന്നെ നമ്മൾ സിഫിലിനം ഉണ്ട്. സിഫിലിനം ഈ പറഞ്ഞ പോലെ നമുക്ക് ഇൻഡിക്കേറ്റഡ് സിഫിലിനം ആണ് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും നമ്മളൊന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ, സിഫിലിനം CM ഒരു ഡോസ് കൊടുക്കുകയാണെങ്കിൽ ഒരു പേഷ്യന്റിന് ഒരു 6 മന്ത്സത്തേക്ക് നമ്മൾ വേറെ ഒരു ഡോസും കൊടുക്കേണ്ട ആവശ്യം വരില്ല. എന്നാലും ഇടയിൽ 6 മന്ത്സ്, ചില കേസസ് 1 ഇയർ വരെയൊക്കെ അത് മതിയായിരിക്കും. പക്ഷെ അവിടെ വരുന്നൊരു ഇതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പം എത്രയൊക്കെ തന്നെ തിയറിയും കോൺഫിഡൻസും ബാക്കിയുള്ളതും എന്നൊക്കെ ആണെങ്കിലും നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ വന്നിട്ട് നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ടിഞ്ചേഴ്സ് ഇന്റേണലി കഴിക്കാം. പൊട്ടൻസീസ് അല്ല, ടിഞ്ചേഴ്സ് ഇന്റേണലി കഴിക്കാൻ കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് സമയക്കുറവ് കൊണ്ടാണ് ഇടപെട്ടത്. പിന്നെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഒരു കാര്യം അറിയിക്കുകയാണ്. നാളത്തെ ദിവസം നമ്മുടെ 1800-ാം ദിവസമാണ്. നമുക്ക് 480-ാം ദിവസത്തിന്റെ ദിനാഘോഷം നാളെ IFBH നടത്തുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രത്യേകം അതിലേക്ക് ക്ഷണിക്കുകയാണ്. നാളെ നമ്മൾ പ്രത്യേക പരിപാടിയായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നാളത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കണം. നമുക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തുന്നത് ശ്രീ KR ജ്യോതിലാൽ സാറ്, IAS അഡീഷണൽ ചീഫ് സെക്രട്ടറി കേരള ഗവൺമെന്റ്. അതുപോലെ തന്നെ ശ്രീ N വാസുദേവൻ സാറ്, ഡോക്ടർ താഹ സാറ്, നമ്മുടെ ഡോക്ടർ വേണുഗോപാൽ റെഡ്ഡിയാർ സാറ്,
ഡോക്ടർ ജേക്കബ് ജോൺ സാർ, അങ്ങനെ വിശിഷ്ട വ്യക്തികളുടെ എല്ലാം ചർച്ച ഇതിനകത്തുണ്ട്. നാളെ എല്ലാവരും ഇതേ 9:30 ഈ പ്ലാറ്റ്ഫോമിൽ എത്തണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്യുന്നു. ഡോക്ടർ നല്ലൊരു ക്ലാസ്സാണ് തന്നത്. ഡോക്ടറുടെ ക്ലാസ് കേൾക്കാനായിട്ട് അനേകർ വന്നിരുന്നു. അത് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എല്ലാവരും താല്പര്യപ്പെടുന്ന ഒരു ക്ലാസ്സാണ്. ഡോക്ടറുടെ സംസാരിക്കുമ്പം ഒരിച്ചിരി ശബ്ദം കുറയുന്നു എന്നുള്ളൊരു പ്രോബ്ലം ഇടയ്ക്ക് പലരും പറയുന്നുണ്ട്. അത് പറഞ്ഞു വരുമ്പോൾ അങ്ങനെ അങ്ങ് ആയി പോവുകയാണ് ചെയ്യുന്നത്. തുടക്കത്തിൽ നല്ല ശബ്ദമുണ്ട്, പറഞ്ഞു വരുമ്പോൾ അങ്ങനെ അത് ഡോക്ടർ അടുത്ത പ്രാവശ്യം ഒന്ന് ശ്രദ്ധിക്കണേ. ഇന്നത്തെ നല്ലൊരു ക്ലാസ്സാണ്. അതും ഡോക്ടർ എടുക്കുന്ന ക്ലാസ്സുകളെല്ലാം നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ക്ലാസ്സുകളും കൂടെയാണ് നമ്മുടെ പ്രാക്ടിക്കൽ ഇതിൽ. പിന്നെ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് മനോജ് ഡോക്ടറെ ക്ഷണിക്കുകയാണ്. മനോജ് ഡോക്ടറിനെ അൺമ്യൂട്ട് ചെയ്യട്ടെ. മനോജ് ഡോക്ടറെ. ഓക്കെ, നന്ദി. എന്തായാലും വളരെ പതിവ് പോലെ തന്നെ വളരെ മനോഹരമായിരുന്നു. മാത്രമല്ല ഇതിനകത്ത് ശ്രദ്ധേയമായി തോന്നിയ കാര്യം വെച്ചാൽ വളരെ അനായാസം ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നുള്ളതാണ്. അതായത് എങ്ങൊരു ബ്രേക്ക് ഇല്ല എന്നുള്ളതാണ്. എങ്ങും തട്ടി നടഞ്ഞു പോവുക അല്ല. ഇത്രയും ചെറുപ്പത്തിൽ നല്ല ഭംഗിയായിട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്തു. വളരെ ഭംഗിയായിരുന്നു. ഡോക്ടർ ഏതെങ്കിലും ഒരു ഇപ്പം തന്നെ ഡെർമറ്റോളജി DM വരുന്നുണ്ട്, താമസിയാതെ വരുന്നുണ്ട്. അപ്പം അതായിട്ടൊക്കെ പഠിച്ചൊരു സ്പെഷ്യലൈസ് സെൻ്ററായിട്ട് മാറുക. അപ്പോൾ എങ്കിൽ മാത്രമേ നമ്മൾ സ്പെഷ്യലിസ്റ്റ് ഒരു ബോർഡ് വെക്കാം. പലരും ബോർഡ് വെക്കുന്നുണ്ട്, പക്ഷെ അതല്ല, ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഡെർമറ്റോളജി ഹോമിയോപ്പതി DM താമസിയാതെ വരും. അത് പഠിക്കുക. ഭാവിക്ക് ഒരു വാഗ്ദാനമാണ്. വളരെ നന്നായിട്ടുണ്ട്. ഒപ്പം അതുപോലെ തന്നെ IFPHന്റെ ഈ 1800 ദിവസം പരിപാടി പങ്കെടുക്കണം. 5ാം വാർഷികത്തിലും എല്ലാവരും പങ്കെടുത്ത് വൻ വിജയമാക്കണം. കാരണം സൗജന്യമായി തന്നെ ഇത്രയധികം ചെറുപ്പക്കാരെ പ്രത്യേകിച്ചും പ്രൊമോട്ട് ചെയ്യുന്നൊരു പ്രസ്ഥാനം വേറെ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. എല്ലാ ആശംസകളും. വളരെ നന്ദി. നന്ദി മനോജ് ഡോക്ടറെ. ഏതായാലും ഇന്ന് നമ്മുടെ ഈ ക്ലാസ് ഇത്രയും വിജയകരമാക്കിയ ഡോക്ടർക്ക്, റെജി റഷീദ് ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ 1799 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. നാളത്തെ ദിവസം എല്ലാവരും കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭരാത്രി.